ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ അടുത്ത കലാഷ്നിക്കോവിൻ്റെ അടുത്ത ഒരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ, എൻ്റെ വീഡിയോ ക്ലിയർ ആണോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, സ്ക്രീൻ കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറയൂടാ. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് മോഷൻ ഇൻ എ പ്ലേ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ഡോക്ടർ സോനു തോമസ് ഇസ് ഹിയർ. ഗുഡ് ഈവനിങ്. വേറെ ആരും ഇല്ല. എന്ത് പറ്റിയ ആൾക്കാർ കയറുന്നേ ഉള്ളോ? നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയാം കേട്ടോ. ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ ലിങ്ക് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആരും ഇല്ല, ഇവിടെ വരുന്നേ ഉള്ളൂ ആൾക്കാർ. ഓക്കെ ഫൈൻ, ആളുകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. സോ വന്നവരെല്ലാവരും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ ക്ലിയർ ആണോടാ? കാണുന്നവരൊന്ന് പറഞ്ഞ് ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്നൊന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വരുന്നവർ യു ക്യാൻ ജസ്റ്റ് പുട്ട് യുവർ മെസ്സേജസ് ഇൻ ദ ഗ്രൂപ്പ്. വിൽ റീഡ് ഫ്രം ഇറ്റ്. ഓക്കെ, അജുൽ സേസ് ഗുഡ് ഈവനിങ്. സുമയ്യ സേസ് ഹായ് സർ. ഹായ് ഹലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏതാണ്? മോഷൻ ഇൻ എ പ്ലേ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സോ മോഷൻ ഇൻ എ പ്ലേ എന്ന് പറയുമ്പോൾ വാട്ട് കംസ് ഇൻ യുവർ മൈൻഡ്? മോഷൻ ഇൻ എ പ്ലേ എല്ലാവർക്കും, ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾക്കൊരു ഹൊററായിരുന്നു ആ ഒരു ചാപ്റ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്റ്റേഴ്സ്, പിന്നെ ഒരു ട്രാജക്ടറി, റിലേറ്റീവ് മോഷൻ, അതിൻ്റെ എല്ലാം കൂടെ ഒരു അവ്യലായി കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്ത്? മോഷൻ ഇൻ എ പ്ലേ എന്ന് പറയുന്നത്. മോഷൻ ഇൻ എ പ്ലേനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് പേടിയാണ്. അപ്പോൾ ഒരുപാട് പേർ, അത് നിങ്ങൾ കാണുന്ന ഒരുപാട് പേർക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാലോ കലാഷ്നിക്കോവ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവായിട്ട് NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ഒരു സീരീസാണ്. അപ്പോൾ ആസ് യൂഷ്വൽ വി ആർ ഗോയിങ് ഇൻ ടു ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചിലത് വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചിലത് അതിനും വേണ്ടി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗ്രേറ്റ്. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. Three girls are skating on circular ice ground of radius 200 meter, starting from point P on the edge of the ground and reach a point Q diametrically opposite to point P, following different paths as shown in the figure. The correct relationship among the magnitude of displacement vector for the three girls is. ഭയങ്കര എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടാവും. പറഞ്ഞേ, എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത്? P-യിൽ നിന്ന് പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് Q-ലേക്ക് കുട്ടികൾ സ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഐസിൻ്റെ മുകളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഷൂ വെച്ചിട്ട് കണ്ടിട്ടില്ലേ? ഈ ചില ഡിസ്കവറി ചാനൽസിലും ഇല്ലെങ്കിൽ സഞ്ചാരത്തിലൊക്കെ കാണാം അല്ലേ? 2 സ്റ്റിക്ക് വെച്ച് അവർ സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? 3 വഴിയിലൂടെ പോകുന്നു. 1 ഇതാണ്, 2 B ആണ്, 3 C ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് ഉത്തരം എന്നാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ദ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. സോ ആ ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും ഇടയിലുള്ള ആ ഒരു ദൂരം, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനാണ് നീ എന്ത് വിളിക്കുന്നത്? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് ദി ഫൈനൽ പോയിന്റ്. ഓക്കെ, ദിസ് ഇസ് ദ ഫൈനൽ പോയിന്റ്, ദെൻ ഇസ് ഇനീഷ്യൽ പോയിന്റ്. സോ ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? സോ അതിന് രണ്ടത്തെയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. സോ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? കാരണം 3 കുട്ടികളും എവിടെ എത്തിയിട്ടുണ്ട്? ഇവിടെ എത്തിയിട്ടുണ്ട്. തുടങ്ങിയ സ്ഥലം ഒന്നാണ്, എത്തിയ സ്ഥലം ഒന്നാണ്. അപ്പോൾ 3 പേരും എന്ത് ചെയ്തു? ഒരേ സ്ഥലത്ത് എത്തിയോണ്ട് ദ ആൻസർ ഇസ് ഓപ്ഷൻ 4. അതായത് A will be equal to B will be equal to C. ഓക്കെ ആണല്ലോ? സോ ഹൂ സെറ്റ് റൈറ്റ്? യാരി അനസ് സെറ്റ് ദ കറക്റ്റ് ആൻസർ. യാരി അനസ് പറഞ്ഞത് ശരിയാണ്. നന്ദന സെറ്റ്, ദിയ സെറ്റ്, സോനു സെറ്റ്, ആസിഫ് സെറ്റ്, യദു പ്രിയ സെറ്റ്. ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ 4 പേരും പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചില കാര്യങ്ങൾ അഡീഷണലായി നിങ്ങളോട് ചോദിക്കാം. ഇതിനകത്ത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിട്ടുള്ള ആളാരാടാ? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിട്ടുള്ള ആളാണ്. അത് B ആണ്. കാരണം B ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഷോർട്ടസ്റ്റ് പാത്തിലൂടെ പോയിട്ടുള്ളത്. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഈസ് സെയിം ഫോർ B. കിട്ടിയോടാ? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സെയിം ഫോർ B. ഓക്കെ ഫൈൻ, ഒരു ഈസി ക്വസ്റ്റൻ ആയിരുന്നു. നമ്മൾ തുടക്കമല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടേക്കാം. ഓക്കെ, ഹിയർ കംസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണല്ലോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? എ സൈക്ലിസ്റ്റ്, ഒരു സൈക്കിൾ ഓടിക്കുന്ന ഒരാളുടെ ഒരു കഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ സൈക്ലിസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി സെൻറ്റർ ഓഫ് എ സർക്കുലർ പാർക്ക് ഓഫ് റേഡിയസ് 1 കിലോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. കിട്ടിയോടാ? അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. ആൻഡ് ഇറ്റ് റീച്ചസ് ദി എഡ്ജ് ഓഫ് ദി പാർക്ക് P. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, ഇവിടുന്ന് സൈക്കിൾ ഓടിക്കുകയാണ് ആൾ. ഇവിടുന്ന് സൈക്കിൾ ഓടിച്ച ആൾ ഇവിടെ എത്താണ്, Pയിലെത്താണ്. എന്നിട്ട് എന്താ പറ്റുന്നത്? ആൻഡ് റിട്ടേൺസ് ടു ദ സെൻറ്റർ എലോങ് OQ. അപ്പോൾ അയാൾ തിരിച്ച് സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ?
ഫൈൻ. സോ അപ്പോൾ ആൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടുന്ന് ഇപ്പോൾ ഇതാണ് ഡയറക്ഷൻ. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും പേഷ്യൻ്റ് ഇപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ഇയാൾ ഇങ്ങനെ ചവിട്ടിപ്പോയി ഇവിടെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് തിരിച്ച് ഓയിലേക്ക് എത്തിയിരിക്കുകയാണ്. കിട്ടിയല്ലോ. സോ അയാൾ തിരിച്ച് അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ട്രിപ്പ്, അതായത് ഈ ഒരു ടോട്ടൽ ട്രിപ്പിന് വേണ്ടി അയാൾക്ക് എടുത്ത സമയം 10 മിനിറ്റ് ആണെങ്കിൽ, ഈ ഒരു ട്രിപ്പിന് വേണ്ടി എടുത്ത സമയം 10 മിനിറ്റ് ആണെങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദ സൈക്ലിസ്റ്റ്? എത്രയാണ് നമ്മുടെ സൈക്ലിസ്റ്റിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്? ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണ്. കത്തിയോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതുകൊണ്ട് ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ഞാനതിന് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ടൈം എന്തുകൊണ്ട് എത്ര? ഒരു 10 മിനിറ്റ് എന്തുകൊണ്ട്. ബട്ട് ആവറേജ് വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0, ആവറേജ് വെലോസിറ്റി ഈസ് 0. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയേണ്ടത് ആവറേജ് സ്പീഡാണ്. സോ ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്താ? ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല ടോട്ടൽ പറഞ്ഞേടാ, ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. കിട്ടിയോടാ? സോ വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് ഈസ് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. കിട്ടിയല്ലോ. ഇനി എത്രയാണ് നമ്മുടെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, എത്ര പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാൾ ടോട്ടലായിട്ട് പോയ സ്ഥലം അല്ലേ? അതാണ് എന്ത് നമ്മുടെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. സോ എന്താണ് ഇയാൾ ടോട്ടലി പോയ സ്ഥലം? ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം പി വരെ പോയി. സോ ടോട്ടൽ പാത്ത് ലെങ്ത് OP പ്ലസ് പിയിലെത്തിയ ആൾ പിന്നെ Q വരെ പോവാണ് അല്ലേ? OP പ്ലസ് PQ. ക്യൂവിലെത്തിയ ആൾ തിരിച്ച് ഓയിലേക്ക് വരികയാണ്, പ്ലസ് OQ. കിട്ടിയോടാ? സോ ഇതാണ് ഇയാൾ ട്രാവൽ ചെയ്ത ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. സോ പാത്ത് ലെങ്ത് ഇസ് ഈക്വൽ ടു OP പ്ലസ് PQ പ്ലസ് OQ. കിട്ടിയോടാ? OP പ്ലസ് PQ പ്ലസ് OQ. അപ്പോൾ എത്രയാണ്? OPയും PQയും നമുക്കറിയാം. OPയും PQയും 1 കിലോമീറ്റർ ആണ് അല്ലേ? 1+1. അതിന് മുന്നേ PQ എത്രയാണ്? PQ എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തം ഡിസ്റ്റൻസ്, അതായത് ആ ഒരു സർക്കിളിൻ്റെ മൊത്തം ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കംഫറൻസ് അല്ലേ? അതെത്രയാണ്? 2πr ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 1/4 ആണ്. ശരിയാണോ? ഒരു സർക്കിളിൻ്റെ 1/4 ഭാഗമാണ് നമുക്കുള്ളത്. സോ ദിസ് ഈസ് 1/4 ഇൻറ്റു 2π ഇൻറ്റു റേഡിയസ് 1 പ്ലസ് 1. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് 2 പ്ലസ് π/2. ദിസ് ഈസ് 2 പ്ലസ് π/2. 2 പ്ലസ് π/2 കൂട്ടിക്കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന ആൻസർ 3.57 കിലോമീറ്റർ ആണ്. കൂട്ടി വയ്ക്കാൻ മതി കേട്ടോ. 2 പ്ലസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 2 പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ 3.57 ആണ് കിട്ടുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ഇനി നമുക്കറിയേണ്ടത് ടൈമാണ്. ടൈം എത്ര എടുത്തിട്ടുള്ളത്? ടൈം ഇവിടെ എടുത്തിട്ടുള്ളത് 10 മിനിറ്റ് ആണ് അല്ലേ? 10 മിനിറ്റ് അല്ലേ ഇവിടെ എടുത്തിട്ടുള്ളത്? അപ്പം നമ്മളിവിടെ കിലോമീറ്റർ ആണ് എടുത്തത്, നമ്മളത് മീറ്റർ ആക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടൈം 10 മിനിറ്റ് എന്നുള്ളത് മണിക്കൂറിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. ഞാൻ രണ്ടും ചെയ്യാൻ കാരണം എന്താ പറയുക, ഞാനിത് മീറ്റർ ആക്കാനും ഇത് ഹവർ ആക്കാനും കാരണം നമ്മുടെ യൂണിറ്റ് ഫുള്ളുള്ളത് എത്രയല്ല, നമ്മുടെ യൂണിറ്റ് ഫുള്ളുള്ളത് കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് ഉള്ളത് കിലോമീറ്റർ പെർ ഹവറിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് മീറ്ററിലേക്ക് മാറ്റുന്നതിന് പകരം എല്ലാ കിലോമീറ്ററും ഹവറിലും വെക്കുക. സോ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10/60 എന്ന് പറഞ്ഞാൽ 1/6 ഹവറാണ് വരിക. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ലെങ്ത് 3.57 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 1/6 ആണ് വരുന്നത്. സോ വാട്ട് ഈസ് ദി ആൻസർ? 3.57 ഇൻറ്റു 6. 3.57 ഇൻറ്റു 6. അപ്പോൾ എത്ര വരിക? അറൗണ്ട് 18 ഒരു പകുതിയും എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 21-അടുത്തുള്ളൊരു വാല്യൂ ആയിരിക്കും വരിക. 21-അടുത്തുള്ള വാല്യൂ ഏതാ? 3 ആണ്. ഞാൻ ഗുണിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 21.42 കിലോമീറ്റർ പെർ ഹവർ ആണ്. സോ വാട്ട് ഈസ് ദി ആൻസർ? 21.42 കിലോമീറ്റർ പെർ ഹവർ. ആൻസർ ഇസ് സി. ആരെങ്കിലും സി പറഞ്ഞോ നോക്കട്ടെ. ആൻസർ സി. എല്ലാവരും ബി ആണല്ലോ പറഞ്ഞത്. എന്ത് പറ്റിയടാ? ഓക്കെ, 21.4. ഓക്കെ, ഡോക്ടർ സോനു സെ 21.4. ശരിയാടാ സോനു, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. ബാക്കി കുട്ടികളൊക്കെ എന്ത് പറ്റി? എല്ലാവരും ബി ആണല്ലോ പറഞ്ഞത്. എന്ത് പറ്റിയടാ? എല്ലാവർക്കും എന്ത് പറ്റി? എല്ലാവരും കൂട്ടിയപ്പോൾ തെറ്റിപ്പോയോ? 3.57 ഇൻറ്റു 6 ചെയ്തപ്പോൾ എല്ലാവർക്കും 23 ആണോ കിട്ടിയത്? അതുകൊണ്ടാണോ കുറഞ്ഞു പോയത്? കുഴപ്പമില്ല കേട്ടോ. ഗ്രേറ്റ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ദാറ്റ്സ് എ ഗുഡ് സ്കോർ. അപ്പോൾ ആൻസർ ഇസ് സി, വിച്ച് ഇസ് 21.42. ഓക്കെ, ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ആൻ ഓപ്പൺ ഗ്രൗണ്ട്
ഒരു ഓപ്പൺ ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ സ്കൂളിലൊക്കെ ഓടുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട്. എ മോട്ടോറിസ്റ്റ് ഫോളോസ് എ ട്രാക്ക് ദാറ്റ് ടേൺസ് ടു ഹിസ് ലെഫ്റ്റ് ബൈ ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ആഫ്റ്റർ എവറി 500 മീറ്റർ. ഓക്കെ, എന്താ പറയുന്നത്? ഒരു മോട്ടോറിസ്റ്റ് ഉണ്ട്. ഒരു മോട്ടോറിസ്റ്റ് ഒരു വഴി, ഒരു സുഖമില്ലാത്തൊരു വഴി കൂടെ അയാൾ പോകുന്നത് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. എന്താ വഴിയുടെ പ്രത്യേകത? ഓരോ 500 മീറ്റർ അഥവാ 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇയാൾ ഇടത്തോട്ട് അഥവാ ലെഫ്റ്റിലേക്ക് 60 ഡിഗ്രി ചെരിയും. ഒന്ന് കാണിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, സപ്പോസ് ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പി എന്ന് പറഞ്ഞ പോയിന്റിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാൾ ആദ്യം എന്ത് ചെയ്യും? ഒരു 500 മീറ്റർ പിയിലൂടെ പോവും. എന്നിട്ട് സപ്പോസ് ആൾ ക്യൂവിലെത്തുമെന്ന് വിചാരിക്കുക. 500 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾ നേരെ നിന്ന് ഒരു 60 ഡിഗ്രി ഇടത്തോട്ട് ചെരിയും. 60 ഡിഗ്രി ഇടത്തോട്ട് ചെരിയും. അങ്ങനെ ഇടത്തോട്ട് ചെരിഞ്ഞ് ഇയാൾ അവിടെ എത്തും, 6-ലെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഇയാൾ ഒരു 60 ഡിഗ്രി ഇടത്തോട്ട് ചെരിയും. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇയാൾ എസ്സിലെത്തും. അവിടുന്ന് ഇയാൾ വീണ്ടും 60 ഡിഗ്രി ഇടത്തോട്ട് ചെരിയും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇയാൾക്ക് എന്താ പ്രശ്നം എന്നറിയില്ല. പക്ഷേ ഇവിടെ ചെരിഞ്ഞ് വന്നാൽ ഇയാൾ ഫൈനലി എന്തെത്തും? ഹി വിൽ ബി കംപ്ലീറ്റിംഗ് എ ഹെക്സഗൺ ബൈ ഡിഫാൾട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരു ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ 60 ഡിഗ്രിയാണ് കേട്ടോ. ഇതൊക്കെ 60 ഡിഗ്രിയാണ്. ഇതെല്ലാം 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയിൽ നിന്ന് മാറി ഇയാൾ എന്തിരിക്കുകയാണ്? വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ചോദ്യം? സ്റ്റാർട്ടിങ് ഫ്രം എ ഗിവൺ ടേൺ, അപ്പോൾ നമ്മൾ ഈ പിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സ്പെസിഫൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ മോട്ടോറിസ്റ്റ് അറ്റ് ദി 3rd, 6th, 8th ടേൺ. ഓക്കെ, അപ്പോൾ ഇയാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയേണ്ടത് മൂന്നാമത്തെ ടേൺ എന്ന് പറയുമ്പോൾ ഏതാ? ഇവിടുന്ന് 1ാമത്, 2ാമത്, 3ാമത്. സോ 3ാമത്തെ ടേൺ എന്ന് പറയുന്നത് യെസ് ആണ്. സോ ഇതാണ് 3ാമത്തെ ടേൺ. ഇനി 6ാമത്തെ ടേൺ എന്ന് പറയുമ്പോൾ 3 കഴിയുമ്പോൾ 4, 5, 6 അല്ലേ? 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്ന് പറയുന്നത് പിയിലാണ്. സോ ദിസ് ഇസ് ദി 6th വൺ. അപ്പോൾ ഇവിടെയാണ് 6ാമത്തെ ടേൺ. അതുപോലെ തന്നെ എന്താണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്? എത്രയാണ്? പിന്നെ 8ാമത്തെ. പിന്നെ 6 കഴിഞ്ഞാൽ ഇയാൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും, പിയിലെത്തി. ഇത് വീണ്ടും ആൾ ക്യൂവിലേക്ക് വരുമ്പോൾ 7ആയി. 8 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും 8th വരിക. മനസ്സിലായോടാ? അതായത് ഇയാൾ ഈ ഒരു ഹെക്സഗൺ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഫൈൻ. സോ ഡോക്ടർ തീർത്ഥാക്കുകയും ഡോക്ടർ തീർത്ഥ ഇസയും ഗുഡ് ഈവനിങ്. സോ ഗുഡ് ഈവനിങ്. വരുന്നവരെല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാവരും ഉഷാറായിട്ട് കാണുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറ്റിയേ? അപ്പോൾ നമുക്ക് 3 ആൾക്കാരെ കുറിച്ച് മനസ്സിലായി. ആൻഡ് ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്ന ഒരു സ്ഥലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റ്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കാം. ആദ്യം നമുക്കറിയേണ്ടത് 3ാമത്തെ, അതായത് ഈ ഒരു എസ്സിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ ആദ്യം ഈ എസ്സിനെ ഒന്ന് ജോയിൻ ചെയ്യാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? എസ്സിലേക്ക് ജോയിൻ ചെയ്യാണ്. ഓക്കെ ആണല്ലോ. പിന്നെ എസ്സിലേക്ക് ജോയിൻ ചെയ്യാണ്. ഒപ്പം തന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയോടാ? ഞാൻ ഇതിപ്പോൾ സെൻറ്റർ ആയിരിക്കും. ഇത് മിക്കവാറും ആ ഹെക്സഗണിൻ്റെ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. അതിലേക്ക് എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ 6നെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാണ്. ഓക്കെ ആണല്ലോ. 6നെയും കൂടെ ജോയിൻ ചെയ്തു. ഇനി എന്നോട് ചോദിച്ചിട്ടുള്ള എന്താണ്? കമ്പയർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ പാത്ത് ലെങ്ത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ പാത്ത് ലെങ്ത്തിൻ്റെ റേഷ്യോ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എസ്സിലെത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് എന്നുള്ള പോയിന്റിലെത്തിയ സമയത്ത് ഇയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, എസ് എത്തിയ സമയത്ത് ഇയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാടാ? ഇതാണോ ഇയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇതല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. അതായത് എസ്സിനും പിനും ഇടയ്ക്കുള്ള സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പി എസ് ആണ്. കിട്ടിയോ? സോ ദാറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ശ്രദ്ധിച്ചേ അടുത്ത കാര്യം നോക്കിയേ. ആദ്യം നമുക്കപ്പോൾ ഈ ഡിസ്റ്റൻസ് അറിയണം. അപ്പോൾ നമുക്ക് പി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി എസിന് എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇപ്പോൾ ഇവിടെ ഒ എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒ എന്നോ അല്ലെങ്കിൽ നമുക്കൊരു ഇതിന് കംപ്ലീറ്റ് ഒരു വി എന്ന് എന്തെങ്കിലും വിളിക്കാം അല്ലേ? പി ക്യു ആർ എസ് ടി യു വി അങ്ങനെ ഇരുന്നോട്ടെ, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി എസ് ആണ്. പി എസ് എന്ന് പറയുന്നത് എത്രയാണ്? പി എസ് എന്ന് പറയുന്നത് പി വി പ്ലസ് വി എസ് ആണ്. ശരിയാണല്ലോ? ദാറ്റ് ഈസ് പി വി പ്ലസ് വി എസ്. സോ പി എസ് ഇസ് ഈക്വൽ ടു പി വി പ്ലസ് വി എസ്. എന്താണ് പി വി എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, പി വി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം അല്ലേ? കാരണം ഇവരൊരു പാരലൽ ലൈൻസ് ആണ്. സോ ദേ ഫോം ലൈൻസ് ഓഫ് എ പാരലോഗ്രാം. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. സോ പി വി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്? നമുക്കറിയാം ഓരോ 500 മീറ്റർ കൂടുമ്പോഴാണ് ഇയാൾ മാറുന്നത്. അപ്പോൾ ഇത് എത്രയാ? 500 മീറ്റർ ആണ്. ഇത് 500 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയാ? 500 മീറ്റർ ആണ്. സോ പി വി എന്ന് പറയുന്നത് 500 മീറ്റർ ആണ്. പ്ലസ് ഇനി നമുക്കറിയേണ്ടത് എന്താടാ? ഈ ഡിസ്റ്റൻസ് ആണ്.
ഈ ഡിസ്റ്റൻസ് ആണ് നിനക്ക് അറിയേണ്ടത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് അറിയാൻ എന്ത് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട, ഇതൊന്ന് കൂട്ടിമുട്ടിക്കുക. ഓക്കെ, സപ്പോസ് യു ജോയിൻ ദിസ് ലൈൻ. ഇപ്പം എന്ത് പറ്റി, ഈ ലൈൻ ഇതും പാരലായി വന്നോ, ഇതും പാരലായി വന്നു. സോ ദിസ് ഇസ് അഗെയിൻ ദ സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. അപ്പോൾ എന്ത് പറ്റി, ഇത് പി ക്യു ആർ എസ് ടി. അപ്പോൾ വി ടിയും അതുപോലെ തന്നെ എസ് പി എന്ന് പറയുന്നത് 2 ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. വി ടിയുടെ സൈസ് വീണ്ടും നമുക്കറിയാം 500 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വി എസും എത്രയായിരിക്കും, വി എസും 500 ആയിരിക്കും. കിട്ടിയോടാ? ഓക്കെ, സോ ദാറ്റ് ഈസ് 1000 മീറ്റർ. കിട്ടിയോ? സോ ദാറ്റ് ഈസ് 1000 മീറ്റേഴ്സ്. ഇനി നമുക്കറിയേണ്ടത്, അപ്പോൾ ഇതാണ് പി നിന്ന് എസിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് 1000 ആണ്. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ കിട്ടിയാൽ മതി. ഡിനോമിനേറ്റർ നമുക്കറിയാം, പി നിന്ന് എസിലേക്ക് വരണമെങ്കിൽ പി ക്യു 500 പ്ലസ് ക്യു ആർ 500 പ്ലസ് ആർ എസ് 500. സോ പാത്ത് ലെങ്ത് ഇസ് ഈക്വൽ ടു പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് ആർ എസ്. പാത്ത് ലെങ്ത് ഇസ് ഈക്വൽ ടു പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് ആർ എസ്. എത്രടാ പി ക്യു 500 ആണ്, ക്യു ആർ 500 ആണ്, ആർ എസും 500 ആണ്. സോ പി ക്യു 500 ആണ്, ക്യു ആർ 500 ആണ്, ആർ എസും 500 ആണ്. സോ ദിസ് ഇസ് 1500 മീറ്റേഴ്സ്. സോ ദിസ് ഇസ് 1500 മീറ്റേഴ്സ്. സോ ഇതിൻ്റെ റേഷ്യോ എത്രയാണ്, 1500. അപ്പോൾ എത്ര വരിക അത്? സോ ദിസ് ഇസ് ലൈക്ക് 2:3. അപ്പോൾ റേഷ്യോ എത്രയാണ്, 2/3. സോ അപ്പോൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് 2/3 ആണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് വൺ. മനസ്സിലാവുന്നുണ്ട് 1000. യെസ്, 1000 ഇസ് ദ റൈറ്റ് ആൻസർ. മറ്റേത് 1500 അല്ലേടാ, പി എസ് എന്ന് പറയുമ്പോൾ 500 + 500 + 500 അല്ലേ, 1500 അല്ലേ? ശരിയാണ്, 1500 ആണ് കേട്ടോ. സോ ദാറ്റ് ഈസ് 2/3. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തത് ഞാൻ അവിടെ ഒതുക്കുകയാണ്. മൂന്നാമത്തത് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് എനിക്ക് അറിയേണ്ടത് ആറാമത്തെയാണ്. ആറാമത്തെ എന്ന് പറഞ്ഞാൽ എന്താടാ, ഇതല്ലേ ആറാമത്തെ സിമ്പിളാണ്. കാരണം എന്ത് പറ്റി, ഈ മോട്ടോറിസ്റ്റ് എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പൻ, ദ ഫൈനൽ പോയിന്റ് ആൻഡ് ഇനീഷ്യൽ പോയിന്റ് ആർ 1 ആൻഡ് ദി സെയിം. ആൻഡ് അവർ എത്രയാണ്, 0. കാരണം ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എത്രയാണ്, ഈക്വൽ ആണ്. സോ വാട്ട് ഈസ് ഹാപ്പൻ ഫോർ സിക്സ്ത് ടേൺ ഫൈനൽ പോയിന്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ പോയിന്റ്. ശരിയാണോ? അതെ. അതുകൊണ്ട് തന്നെ വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ, 0. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയാൽ, അല്ലെങ്കിൽ പാത്ത് ലെങ്ത് നോക്കിയാൽ, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഓർ പാത്ത് ലെങ്ത് എത്രയാ, പി ക്യു 500 നോക്കിയാൽ 500, 1000, 1500, 2000, 2500, 3000. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ്, 3000 മീറ്റേഴ്സ്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എത്രയാണ് ഡിസ്റ്റൻസ്, 3000 മീറ്റേഴ്സ്. പാത്ത് ലെങ്ത് എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 0. ആൻഡ് വാട്ട് എബൌട്ട് 8th? അപ്പോൾ 6th കഴിഞ്ഞു, ഇനി 8th ആണ്. 8th എന്ന് പറയുമ്പോൾ 6 ആണ്. ഓക്കെ ആണല്ലോ, 6 ആണ്. അപ്പം പിന്നെ നമുക്ക് അറിയേണ്ടത് ആ ഡിസ്റ്റൻസ് ആണ്. സോ വാട്ട് ഈസ് ദി ആർ? അതറിയാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമുക്കിനി പി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഉള്ളിലത്തെ കുറച്ച് സാധനങ്ങളൊന്നും മായ്ക്കട്ടെ, ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിക്ക് പി ആർ ആണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, പി ആറിനെ ജോയിൻ ചെയ്യാണ്. ഓക്കെ, പി ആറിനെ നമ്മൾ ജോയിൻ ചെയ്യണം. നമുക്കറിയാം ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. കിട്ടിയോടാ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പി ആർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ പി ക്യു അതുപോലെ തന്നെ ക്യു ആർ എന്ന് പറഞ്ഞിട്ടുള്ള 2 വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് അല്ലേ പി ആർ എന്ന് പറയുന്നത്? കാരണം നീ ഇപ്പോൾ ഈ പി ക്യു, ഈ ഒരു വെക്ടറല്ലേ, ഈ വെക്ടർ നീ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നീ പാരലോഗ്രാം ഫില്ല് ചെയ്യുമ്പോൾ നിനക്ക് കിട്ടുന്ന അതേ സാധനമല്ലേ പി ആർ? അഥവാ വേറെ അർത്ഥത്തിൽ എന്ത് പറയാം, പി ആർ ഇസ് ആക്ച്വലി ദ റിസൾട്ടൻറ്റ് ഓഫ് പി ക്യു പ്ലസ് ക്യു ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്? സോ വാട്ട് ഇസ് പി ആർ ഇസ് ഈക്വൽ ടു? അങ്ങനെയാണെങ്കിൽ പി ആർ എത്ര വരും? നമുക്കറിയാം പി ആർ എന്ന് പറയുന്നത് എത്രയാണ്, പി ക്യുവിൻ്റെയും ക്യു ആറിൻ്റെയും സമ്മാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഫോർമുല എന്താ, A² + B² + 2AB cos θ. അപ്പോൾ അവിടെ എത്ര വരിക, പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു പി ക്യു ഇൻറ്റു ക്യു ആർ ഇൻറ്റു കോസ്. ഇവരുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? ഇവിടെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ശരിയാണോ? സോ ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. പി ക്യു എന്ന് പറഞ്ഞാൽ 500 ആണ് നമുക്കറിയാം. ക്യു ആർ എന്ന് പറയുന്നതും 500 ആണ് അറിയാം. പ്ലസ് 2 ഇൻറ്റു 500 ഇൻറ്റു കോസ് 60 നമുക്കറിയാം, അത് 1/2 ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 25 2 3 4 പ്ലസ് 25 1 2 3 4 പ്ലസ് 25 1 2 3 4 അല്ല. ഓക്കെ, യാ ഫൈൻ.
ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. സോ ഇതിൻ്റെ റൂട്ടാണ് വരുന്നത്. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ യു വിൽ ബി ഗെറ്റിംഗ് അസ് 866 meters. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി 6th one. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എളുപ്പമാണ്. ഡിസ്റ്റൻസ് ഈസ് 500 + 500. ഡിസ്റ്റൻസ് ഈസ് 1000. അപ്പോൾ ഇവിടെ റേഷ്യോ എത്ര വരിക? 866/1000 കിട്ടിയോടാ. സോ ദാറ്റ് വിൽ ബി ആ ഒരു മാഗ്നിറ്റ്യൂഡ് അങ്ങ് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് 866 / 1000 കിട്ടിയോടാ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്. സോ 100 0 ശരിയാണല്ലോ, ഉത്തരങ്ങൾ വരുന്നുണ്ടല്ലോ. ശരിയാണ് കേട്ടോ. യാറിയാന സെറ്റ് 500√3. മേ ബി അത് നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, 500√3 ആയിട്ട് എഴുതാം. ശരിയാണ്. ഓക്കെ. സോ 500√3 അപ്പോൾ അല്ലെങ്കിൽ 3 times 25,000 വരിക. സോ ദാറ്റ് ഈസ് 500√3. ശരിയാടാ. ഇനി അതിനൊന്നും കൂടെ കറക്റ്റാക്കി 866 meter എന്ന് എഴുതിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നൊന്ന് പറയണേ, കാരണം എനിക്കെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കറക്റ്റ് ഇതാവുള്ളൂ. സോ ദിസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദിസ് ഈസ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത്. കിട്ടിയോ? ഗ്രേറ്റ്. സോ ഖദീജ സേസ് യെസ് കറക്റ്റാണ്. ഡോക്ടർ സോനി സേയിങ് 500√3. ശരിയാടാ. അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ പാസഞ്ചർ അറൈവിംഗ് ഇൻ എ ന്യൂ ടൗൺ വിഷസ് ടു ഗോ ഫ്രം ദ സ്റ്റേഷൻ ടു എ ഹോട്ടൽ ലൊക്കേറ്റഡ് 10 kilometers away on a straight road from the station. ഓക്കെ. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയിരിക്കാനായിട്ട് ഒരു ട്രിപ്പ് മോഡിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നീങ്ങുന്നത്. ഒരു പാസഞ്ചർ ഉണ്ട്, ഒരാളുണ്ട്. ഓക്കെ. അയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്? പുതിയ ഒരു ടൗണിൽ വന്നിരിക്കുകയാണ്, ഒരു സിറ്റിയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുന്ന പോലെ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹോട്ടൽ, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ആൾ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ എത്താൻ വേണ്ടി എന്തിരിക്കുകയാണ്? അയാൾ ഒരു വണ്ടി വിളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വണ്ടി വിളിക്കുമ്പോൾ ഇയാൾക്ക് അറിയുന്നൊരു കാര്യം, നമ്മുടെ ഇവിടുന്ന് 10 kilometers മാറി ആ റോഡ് ഒരു സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ. അവർ പറയുന്നത് അങ്ങനെയാണ്. ആ സ്റ്റേഷൻ ഒരു സ്ട്രെയിറ്റ് റോഡാണ് ആ ഹോട്ടലിലേക്കുള്ളത്. കറക്റ്റ് 10 kilometers പോയി കഴിഞ്ഞാൽ ആ ഹോട്ടലിലെത്തും. ഓക്കെ. പക്ഷേ എന്ത് പറ്റി? എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഒരു ഡിസ്ഹോണസ്റ്റ് ക്യാബ്മാൻ, ഒരു പറ്റിപ്പുകാരൻ ടാക്സി ഡ്രൈവറാണ് എന്തിരിക്കുന്നത്? അയാളെ വന്നിരിക്കുന്നത്. ഇയാൾക്ക് സ്ഥലം അറിയില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇയാളെ കൊണ്ട് ഇവിടെ പോകുന്നതിന് പകരം നമ്മൾ പറയുമല്ലോ തൃശ്ശൂർ റൗണ്ട് ചുറ്റിക്കണ പോലെ ഇയാളെ കൊണ്ട് പല വഴി കൂടെ പോയിരിക്കുകയാണ്. പോയി അവസാനം മൂപ്പര് ഹോട്ടലിലെത്തി. പക്ഷേ 28 minutes എടുത്തു അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ 23 kilometers എന്ത് ചെയ്ത് ഇയാളെ കൊണ്ട് സഞ്ചരിപ്പിച്ചത്? വേറെ ഒന്നിനുമല്ല, പൈസ പിഴിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദ ടാക്സി? എന്താണ് ആവറേജ് സ്പീഡ് ഓഫ് ടാക്സി? സോ വാട്ട് ഈസ് ആവറേജ് സ്പീഡ് ഓഫ് ടാക്സി? സോ ആവറേജ് സ്പീഡ് ഓഫ് ടാക്സി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ 23 kilometers ആണ്. ഓക്കെ, 23 kilometers ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 28 minutes ആണ്. ഓക്കെ. അപ്പോൾ ഇത് കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് മിനിറ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഹവറിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് km/h ആവും. ഓക്കെ. സോ ദാറ്റ് വിൽ ബി, ഇതിനെ ഹവർ ആക്കാൻ 28/60 ചെയ്താൽ മതി, അറിയാലോ. സോ 23/28/60. ഓക്കെ ആണല്ലോ. സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 23/28/60. ഓക്കെ ആണല്ലോ. ഇത് നിനക്ക് ഷെയർ ചെയ്യാൻ, ഇത് നിനക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ 49.29 km/h എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് 49.29 km/h. ഓക്കെ ആണല്ലോ. അതാണ് എന്ത് നമ്മുടെ സ്പീഡ്. ഇനി എത്രയാണ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയേ ഉള്ളൂ? 10 kilometers ഉള്ളൂ. പക്ഷേ ഇയാൾ എത്ര സമയം അപ്പോഴും എടുത്തു? 28 minutes എടുത്തിട്ടാണ് എത്തുന്നത്. ഓക്കെ ആണല്ലോ. സോ 10/28/60 ഇത് 21.43 km/h ആണ്. സോ ദിസ് ഇസ് 21.4 km/h. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ആർ ദേ ഈക്വൽ? ഇവർ സെയിം ആണോ? അല്ല. ഒന്നിൻ്റെ ആവറേജ് ഇസ് 49 ആണ്, അടുത്തത് 21.4 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നോ, ദേ ആർ നോട്ട് ഈക്വൽ. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ. സോ കുറച്ച് പേര് ഒരു എന്താണ് എനിക്കൊരു ഹാൻഡ്സ് അപ്പ് തരുന്നുണ്ട്. തബീദ, ഐ തിങ്ക് ദാറ്റ്സ് ദിസ്. ഓക്കെ. ആസിഫ് ഇസ് സെയിങ് ഓക്കെ സെറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ 600/28. ഓക്കെ ഫൈൻ. കിട്ടിയല്ലോ. ദാറ്റ് വാസ് ആൻ ഈസി ക്വസ്റ്റ്യൻ അല്ലേ എല്ലാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറിന് ഇത്ര ഈസി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ ഇതിൻ്റെ പേര് കലാഷ്നിക്കോവ് എന്നാണ്. NCERTലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. മേ ബി കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നമുക്ക് നല്ല ക്വസ്റ്റ്യൻ കിട്ടേണ്ടതാണ് അല്ലേ. നമുക്കൊന്ന് നോക്കാം. ഓക്കെ. റെയിൻ കാണുമ്പോഴേ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് എന്തായാലും ഇത്തവണ റെയിനിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ പറ്റുമോ എന്ന് നോക്കാം.
റെയിൻ ഈസ് ഫാളിങ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു റെയിൻ താഴത്തേക്ക് വീഴുന്നുണ്ട്. ഓക്കെ ആണല്ലോ, റെയിൻ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ദിസ് ഇസ് വെലോസിറ്റി ഓഫ് റെയിൻ വിച്ച് ഇസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ, ഫൈൻ. എ വുമൺ റൈഡ്സ് എ ബൈസിക്കിൾ വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ നോർത്ത് ടു സൗത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാൾ പോവാൻ ശരിക്കും നമ്മൾ നോർത്ത് സൗത്ത്, നമ്മുടെ യൂഷ്വൽ ഇങ്ങനെയാണ്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, നമ്മൾ ഇങ്ങനെയാണ് സാധാരണ മാർക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയാം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താ അറിയുക, അപ്പോൾ നമുക്ക് ഈ ആൾ പോകുന്നത് തലങ്ങും വിലങ്ങുമായി പോകും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നോർത്ത് എടുക്കുകയാണ്, ഇവിടെ സൗത്ത് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോടാ, അങ്ങനെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇയാൾ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് എന്ത്, ഇയാൾ പോകുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയാണ് ഇയാൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഇതിന് സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെലോസിറ്റി ഓഫ് സൈക്ലിസ്റ്റ് അഥവാ VC ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ VC എത്രയാടാ, VC എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് സൈക്ലിസ്റ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഷീ ഷുഡ് ഹോൾഡ് ഹർ അംബ്രല്ല. ഏത് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യേണ്ടത്, അവൾ അംബ്രല്ല പിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് കാര്യം മനസ്സിലാക്കേണ്ടത്, ആൾ ഫ്രണ്ടിലേക്ക് പോവാണ്, മഴ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അംബ്രല്ല പിടിക്കുക, ഇങ്ങനെയാണ് അംബ്രല്ല പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരികയാണ്, നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്കാണ് അംബ്രല്ല പിടിക്കുക, ബാക്കിലേക്കല്ല പിടിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ഡയറക്ഷനിലാണ് അംബ്രല്ല പിടിക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കുക. ഓക്കെ, സോ നിങ്ങൾ അംബ്രല്ല പിടിക്കുന്ന ഡയറക്ഷൻ ഞാൻ വരച്ച് കാണിച്ചു തരാം. സോ ഈ ഒരു ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ അംബ്രല്ല പിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അംബ്രല്ല പിടിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഇത് വെലോസിറ്റി, ഇത് VC ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ ആ ഡയറക്ഷനിൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടൻറ്റ് ഈ ക്വാഡ്രൻറ്റിലാണ്. ഈ ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ റിസൾട്ടൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ VC അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരെ ഒരു -VC അങ്ങ് എടുക്കും. അപ്പോൾ ഇവിടേക്ക് ഞാനൊരു -VC എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പം എന്ത് പറ്റി, -VC ഇവിടെയുണ്ട്, VR ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിന് റിസൾട്ടൻ്റ് എവിടെയാണ് വരിക, ഈ ക്വാഡ്രൻറ്റിലാണ് വരിക. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് -VC. അപ്പോൾ സാറ് പറയും, അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, നിങ്ങൾ പെട്ടെന്ന് കിട്ടും. അങ്ങനെയല്ല, നമ്മൾ എടുക്കാനുള്ള കാരണം നമുക്ക് വെക്റ്റർ അഡീഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് വെക്റ്റർ ഉള്ളപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലാണ്, സോറി, അപ്പോൾ നമ്മൾ രണ്ട് ഇതെടുക്കുന്ന സമയത്ത് എന്താ പറയുക, രണ്ട് വെക്റ്റർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടൻ്റ് അതിൻ്റെ ഇടയിലാണ് വരുന്നത്. ഓക്കെ, ഒരൊറ്റ സെക്കൻഡേ. ഓക്കെ, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, അത് ശരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് എന്താ, ഏത് ക്വാഡ്രൻറ്റിൽ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി, റിസൾട്ടൻ്റ് എവിടെയാണോ ഉള്ളത് ആ ക്വാഡ്രൻറ്റിലേക്കായിരിക്കണം എന്ത് വരേണ്ടത്, നിങ്ങളുടെ റിസൾട്ടൻ്റ് വരേണ്ടത്. ഓക്കെ ആണല്ലോ, ആ ക്വാഡ്രൻറ്റിലേക്കായിരിക്കണം നിങ്ങളുടെ റിസൾട്ടൻ്റ് വരേണ്ടത്. ഓക്കെ, സോ ഇതാണ് റിസൾട്ടൻ്റ്. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് ഇതാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ആംഗിൾ. അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്, മിക്കവാറും വെർട്ടിക്കലി. സോ നിങ്ങൾക്കറിയാം ഇതാണ് വെർട്ടിക്കൽ, ശരിയാണല്ലോ. ഈ വെർട്ടിക്കലിന് ചേർന്ന് എങ്ങനെയാണ് പിടിക്കേണ്ടത്. സോ ദിസ് ഇസ് ദി ആംഗിൾ വിച്ച് യു നീഡ് ടു ഫൈൻഡ്. ഇനി ഭയങ്കര എളുപ്പമാണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേടാ, ഈ ആംഗിൾ ടാൻ തീറ്റ അല്ലേ. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താടാ ഇവിടെ, ടാൻ തീറ്റ എന്ന് പറയുന്നത് -VC/VR ആണ്, ശരിയാണല്ലോ. ടാൻ തീറ്റ എന്ന് പറയുന്നത് -VC/VR ആണ്. ആൻഡ് വാട്ട് ഈസ് ദി ഇഫക്റ്റീവ് വെലോസിറ്റി, V റിലേറ്റീവ് എന്ന് പറയുന്നത് എത്രയാ, ഈ രണ്ടെണ്ണം കൂടെ കൂട്ടിയാൽ മതി. സോ ദാറ്റ് വിൽ ബി വെലോസിറ്റി ഓഫ് റെയിൻ പ്ലസ് വെലോസിറ്റി ഓഫ് C. അഥവാ നിങ്ങൾ എന്ത് ചെയ്തത്, VR -VC എടുത്ത് പഠിച്ച ഓർമ്മയുണ്ടോ? ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, കാരണം നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് പ്യുവർ വെക്റ്റർ അഡീഷനാണ്. ഈ രണ്ട് വെക്റ്ററും കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ് വെലോസിറ്റി, നിങ്ങൾ മറ്റേത് വിചാരിക്കരുത്, മറ്റേ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന മറ്റേ √VR² + VC² അങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മളിവിടെ റിലേറ്റീവ് വെലോസിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർ ജസ്റ്റ് മനസ്സിലാക്കുക, വെലോസിറ്റി ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VC - VR ആണ്. അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന് നേരെ തിരിച്ചിടുക, രണ്ടും കൂടെ അങ്ങ് കൂട്ടുക, കാരണം അവരൊരൊറ്റ ക്വാർട്ടറിൽ വന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നിനക്ക് എന്ത് കിട്ടും, 30 + VC 10 ആയിരുന്നു, അപ്പോൾ
മൈനസ് 10 ആയിട്ട് എടുക്കുക. സോ ദിസ് ഇസ് 20 മീറ്റർ പെർ സെക്കൻഡ്. സോ ദിസ് ഇസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു VC is 10, this is VR is 1. So tan theta is equal to 1/3. Therefore theta is equal to tan inverse 1/3. അപ്പോൾ നമുക്കറിയാം tan inverse 1/3 എന്ന് പറയുന്ന വേറൊന്നുമല്ല. tan inverse 1/3 എന്ന് പറയുന്നത് 18 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ. tan inverse 1/3 എന്ന് പറയുന്നത് 18 ഡിഗ്രി ആണ്. സോ ശ്രദ്ധിച്ചേ, ഇനി നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഇവിടെ നിങ്ങളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 18 ഡിഗ്രി വിത്ത് വെർട്ടിക്കലാണ്. ഇത് ടുവേർഡ്സ് നോർത്ത് ആണോ ടുവേർഡ്സ് സൗത്ത് ആണോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പോൾ ഇതിലെല്ലാവരും തെറ്റിക്കും. ഇത്രയും കണ്ടുപിടിച്ച ആൾക്കാർ തെറ്റിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എന്താ, ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റെ അംബ്രല്ല പിടിച്ചിട്ടുള്ളത്. ഇനി ഞാൻ അംബ്രല്ല മുന്നോട്ടാണ് പിടിക്കുന്നത്. അതായത് എൻ്റെ അംബ്രല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിയാണല്ലോ. എൻ്റെ അംബ്രല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ അംബ്രല്ല ടുവേർഡ്സ് സൗത്ത് ആണ്, അല്ലാണ്ട് ടുവേർഡ്സ് നോർത്ത് അല്ല. നമ്മുടെ അംബ്രല്ല പിടിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ നിന്ന് സൗത്തിലേക്ക് മാറിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൗത്തിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 18 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ ടുവേർഡ്സ് സൗത്ത്. ഓക്കെ ആണല്ലോ. 18 ടുവേർഡ്സ് വിത്ത് ദ വെർട്ടിക്കൽ ടുവേർഡ്സ് സൗത്ത്. സോ ദ ആൻസർ ഈസ് 4. 18 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ ടുവേർഡ്സ് സൗത്ത്. എനിക്കിനി അറിയേണ്ടത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? കാരണം ഒരുപാട് പേരുടെ പേടി സ്വപ്നമാണ് എന്ത്, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ എങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി? ഞാൻ യൂഷ്വലി ചെയ്യുന്ന പോലെ ആ ഒരു കാണുമ്പോൾ തന്നെ ഒരു ഇക്വേഷൻ ഇട്ടുതരും. ടാൻ തീറ്റ ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന പോലെ തന്നെ ഒരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്ത് അതിന് ഓരോ വാല്യൂസും പ്രോപ്പറായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞത്. ഐ ജസ്റ്റ് വാണ്ട് ടു നോ വെദർ ദിസ് വാസ് ക്ലിയർ. അതോ നിങ്ങൾക്ക് ഇനിയും 2Dയിൽ ഈ ഒരു എന്താ പറയുക റെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് തന്നെയാണോ നിലനിൽക്കുന്നതെന്നൊന്ന് പറയൂടാ. ഓക്കെ, ക്ലിയർ. യെസ് സർ. ആസഫിന് കുറച്ചൊക്കെയാണ്. എന്ത് പറ്റി ആസഫ്? ഇനെന്താ പ്രശ്നം? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. എ മാൻ ക്യാൻ സ്വിം അറ്റ് എ സ്പീഡ് ഓഫ് 4 km/h ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സർ ലാസ്റ്റ് സൗത്ത് ഡയറക്ഷൻ എടുത്ത് ഒന്നുകൂടെ പറയാമോ? ഓക്കെ, അവിടെ ഒന്ന് പറയാമോ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലടാ. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചേ. നമ്മളിവിടെ കുട എടുത്ത് പിടിച്ചിരിക്കുകയാണ്. കുട എടുത്ത് പിടിച്ചിട്ട് നമ്മൾ ഒരു വണ്ടി നോർത്ത് നിന്ന് സൗത്തിലേക്ക് പോവാണ് അല്ലേ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യാണ്? റെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് താഴേക്ക് റെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് നമ്മൾ പോവാണ്. സോ ഈ VC ഇതാണ്, VR ഇതാണ്. ഇനി എന്താ പറ്റുന്നത്? നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ വേർട്ടിക്കലി പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കുട പിടിക്കാം? നിങ്ങൾക്കറിയാം, വണ്ടിയിലിരിക്കുന്ന എല്ലാവരും ഒരു തവണയിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. നമ്മൾ ഇങ്ങനെ കുട പിടിക്കില്ല. അപ്പോൾ എന്ത് പറ്റും? ആ കാറ്റും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ കുട പറന്ന് പോകും. അപ്പോൾ അത് പോകാണ്ടിരിക്കാനും മഴ കൊള്ളാണ്ടിരിക്കാനും നമ്മൾ ഫ്രണ്ടിലേക്കാണ് പിടിക്കുക. ഫ്രണ്ടിലേക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നോർത്ത് നിന്ന്, ഇപ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ നോർത്തും ഫ്രണ്ടിൽ സൗത്തുമാണ്. ഞാൻ സൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ സൗത്തിലേക്ക്, അതായത് ഇങ്ങനെ കുട പിടിക്കണം. അതായത് ഇതാണ് എൻ്റെ കുട. നിങ്ങൾക്ക് ഇനി കുട മനസ്സിലാവാത്ത പ്രശ്നമാണെങ്കിൽ ഇതാണ് എൻ്റെ കുട. ഓക്കെ, ഇതാണ് എൻ്റെ കുട. അപ്പോൾ ഈ കുടയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കുട ഞാൻ പിടിക്കുന്നത് ഫ്രണ്ടിലേക്കാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോടാ? ഫ്രണ്ടിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഞാൻ എൻ്റെ കുട പിടിച്ചിട്ട് ഉള്ളത്. ഓക്കെ ആണല്ലോ. ഫൈൻ. അങ്ങനെയാണ് എന്ത് വന്നത്? സൗത്തിലേക്ക് എന്ന് വന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത കാര്യം. എ മാൻ ക്യാൻ സ്വിം അറ്റ് എ സ്പീഡ് ഓഫ് 4 km/h in still water. Okay, great. How long does he take to cross a river 10 km wide if the river flows steadily at 3 km/h and he makes his stroke normal to the river current? എന്താണ് അവിടെ ചോദിച്ചിട്ടുള്ളത്? എ മാൻ ക്യാൻ സ്വിം അറ്റ് എ സ്പീഡ് ഓഫ് 4 km/h ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു റിവർ ബാങ്ക് അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഒരു റിവർ ബാങ്ക് വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ശ്രദ്ധിച്ചേ. ഇയാൾക്ക് നമുക്ക് എന്താണ് വെലോസിറ്റി ഓഫ് മാൻ, അതായത് ഇയാൾക്ക് സ്വിം ചെയ്യാൻ പറ്റിയ സ്പീഡ് എന്ന് പറയുന്നത് 4 km/h ആണ്. ഇയാൾക്ക് 4 km/h എന്ത് ചെയ്യാൻ പറ്റും? സ്വിം ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്.
ഇനി അടുത്ത കാര്യം എന്താണ് ഇതിൻ്റെ 4 കിലോമീറ്റർ കൂടെ സ്വിം ചെയ്യാൻ പറ്റും. ഈ റിവറിൻ്റെ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ വിഡ്ത്ത് എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഈ വിഡ്ത്ത് എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവർ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ല, ഇതിലൂടെ എന്തായാലും വെള്ളം ഒഴുകുന്നുണ്ടല്ലോ, ശരിയാണല്ലോ, ഇതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകുന്ന വെലോസിറ്റി അഥവാ വെലോസിറ്റി ഓഫ് റിവർ, വെലോസിറ്റി ഓഫ് മാൻ ഈ ഡയറക്ഷൻ അല്ല, വെലോസിറ്റി ഓഫ് മാൻ ഈ ഡയറക്ഷനാണ്. വെലോസിറ്റി ഓഫ് മാൻ ഈ ഡയറക്ഷനാണ്. അത് എത്രയാണ്? വെലോസിറ്റി ഓഫ് മാൻ ഇസ് 4 km/h. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് റിവർ എന്ന് പറയുന്നത് 3 km/h ആണ്. വെലോസിറ്റി ഓഫ് റിവർ എന്ന് പറയുന്നത് എത്രയാണ്? 3 km/h ആണ്. ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എത്ര സമയം കൊണ്ടാണ് അപ്പുറത്തെത്തുക, അതായത് ഇയാൾ എത്ര സമയം കൊണ്ടാണ് അപ്പുറത്തെത്തുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ ചെറിയൊരു എറർ ഉണ്ട്. ജസ്റ്റ് ഒരൊറ്റ മിനിറ്റ്, ഞാനിപ്പോൾ തിരിച്ചു വരാം കേട്ടോ. ലൈവ് കട്ടാവുന്നില്ല, ഞാനിപ്പോൾ തന്നെ എത്തും. ജസ്റ്റ് ഒരു 30 seconds നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും സാർ എത്തും. ഓക്കെ ഫൈൻ ഞാൻ എത്തി കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടെ എന്താണ് പറ്റുന്നത്? ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇവിടെ ആൾക്ക് സ്വിം ചെയ്യാൻ പറ്റുന്നത് 4 km/h ആണ്. എന്ത് ഈ ഒരു ആളുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 4 km/h ആണ്. ഓക്കെ, സോ സ്പീഡ് ഓഫ് ദ മാൻ VM is equal to 4 km/h. കിട്ടിയോടാ? വെലോസിറ്റി ഓഫ് മാൻ ഇസ് ഈക്വൽ ടു 4 km/h. എത്രയാണ് നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ വിഡ്ത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 കിലോമീറ്റർ ആണ്. ശരിയാണല്ലോ. സോ ഈ ഒരു റിവറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ്. ഇനി സിമ്പിളാണ്. ഇയാൾക്ക് എത്ര സമയം വേണം നമുക്കിത് എടുക്കാൻ വേണ്ടി? സോ വാട്ട് ഇസ് ദ ടൈം ഇസ് ഈക്വൽ ടു, നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു എത്രയാണ്? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാടാ? ഡിസ്റ്റൻസ് ഈസ് 3 ബൈ വെലോസിറ്റി എത്രയാണ്? 4. സോ ദിസ് ഇസ് 3/4. 3/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓക്കെ, വിഡ്ത്ത് ഇസ് 1 വിഡ്ത്ത് 1 കിലോമീറ്റർ അല്ലേടാ. വിഡ്ത്ത് ഇസ് 1 കിലോമീറ്റർ. സോ ദിസ് ഇസ് 1/4. 1/4 ഹവർ അഥവാ 15 മിനിറ്റ്സ് ആണ് ഇവരുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. യെസ്, 15 മിനിറ്റ് ആണോ സാർ? ശരിയാടാ 15 മിനിറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇപ്പം മനസ്സിലായോ? ഇവിടെ എന്താ പറ്റുന്നതെന്ന് അറിയോ? ആക്ച്വലി ഇപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ റിസൾട്ടൻ്റ് ഒക്കെ എടുത്ത് ഇത് ചെയ്യും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇയാളുടെ മോഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, ഈ ഡയറക്ഷനാണ് ഇയാൾ നീങ്ങുന്നത്. അതിൽ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ, ഇല്ല. ഒപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്താണ്? ഇവിടെ അടുത്ത വെലോസിറ്റി പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റിക്ക് ആകെ ചെയ്യാൻ പറ്റിയ എന്താണ്? ഇയാളുടെ വെർട്ടിക്കൽ മോഷൻ മാത്രമാണ്. അതായത് വെർട്ടിക്കലി നീങ്ങുന്ന കാര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി ഓഫ് റിവറിന് എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും, അതായത് നമ്മൾ പറയും എന്താണ് ഇത് ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അതായത് ഈ ഒരു വെലോസിറ്റി ഓഫ് റിവറിന് ആകെ ചെയ്യാൻ പറ്റിയ എന്താണ്? ഇയാൾ ഈ പോയിന്റിൽ കയറാണ്ട്, ഇപ്പോൾ ഇവിടുന്ന് ആൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈ പോയിന്റിൽ കയറാണ്ട് ഇവിടം വരെ പോകാൻ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി കയറുന്നതിനുള്ള റീസൺ മാത്രമാണ് ആര്? വെലോസിറ്റി ഓഫ് റിവർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇയാൾ അവിടെ എത്തുന്നതിൽ നിന്ന് തടയാൻ ആർക്ക് കഴിയില്ല? നമ്മളുടെ ഈ വെലോസിറ്റി, അതായത് വെലോസിറ്റി ഓഫ് റിവറിന് കഴിയില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? ഗ്രേറ്റ്. അടുത്തത് നമുക്കറിയേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അത് ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് 15 മിനിറ്റ്സ്. ഓക്കെ, ഇനി എന്നോട് വേറെ ഇതേപോലെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇയാൾ എത്ര നേരം കഴിഞ്ഞാണ് കയറുന്നത്? അതായത് ഇയാളിപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി ഇവിടുന്ന് നീന്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്തില്ല. ക്ലിയർ ആണല്ലോ?
ഓക്കെ, അപ്പോൾ ഇയാൾ എന്തായാലും അവിടെ കയറില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇയാൾ ഇവിടെ നീന്തി കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ തെന്നി പോയി കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് അയാൾ കയറുള്ളൂ. ശരിയാണല്ലോ, കുറച്ചൊരു ഡിസ്റ്റൻസ് മാറിയിട്ട് അയാൾ കയറുള്ളൂ. ആ ഡിസ്റ്റൻസ് എത്രയാടാ? ആ ഡിസ്റ്റൻസ് എത്രയാ പറഞ്ഞേ? ആ ഡിസ്റ്റൻസ് വന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. Therefore displacement is equal to velocity into time. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എത്രയാടാ? ഇവിടുത്തെ വെലോസിറ്റി എത്ര? ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റിവർ ആണ്, അത് 3 ആണ്. ടൈം എത്രയാ? 1/4 ആണ് അല്ലേ, അല്ലെങ്കിൽ 15 minutes ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 3/4. സോ ദിസ് ഇസ് 3/4 കിലോമീറ്റർ. ഇത് എത്രയാ? 3/4 കിലോമീറ്റർ ആണ്. 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 500 മീറ്റർ, 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 750 മീറ്റർ. സോ ആൻസർ ഇസ് 750 മീറ്റർ. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ നീറ്റിനുള്ള അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ നമ്മൾ പഠിച്ചു. ഒന്നെന്താണ്? കുട പിടിക്കുക, രണ്ടാമത് ബോട്ട് പോവുക അല്ലെങ്കിൽ നീന്തുക. കിട്ടിയോ? മനസ്സിലായോ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങളൊന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യണം. ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഒരു ഹാർബർ, ഇൻ എ ഹാർബർ the wind is blowing at a speed of 72 km/h. അപ്പോൾ എന്താണ് ഈ ഹാർബർ എന്ന് പറയുന്നത്? തുറമുഖം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അല്ലെങ്കിൽ ബേപ്പൂര്, അതുപോലെ എന്ന് പറയും കപ്പലുകളൊക്കെ ഭയങ്കരമായിട്ട് അടുക്കുന്ന ഒരു സ്ഥലം. അതിനാണ് നമ്മൾ വിളിക്കുന്ന പേരെന്ത്? തുറമുഖം അല്ലെങ്കിൽ ഹാർബർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഹാർബറിൽ എന്ത് പറ്റി? ഹാർബറിൽ കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിക്കുന്ന വേഗത എന്ന് പറയുന്നത് 72 km/h ആണ്. 72 km/h എന്നൊരു സ്പീഡിൽ എന്ത് ചെയ്യാണ്? കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറ്റുന്നത്? ഇവിടെ എന്താ പറ്റിയത്? നമുക്കൊരു ബോട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബോട്ടുണ്ട്. ഓക്കെ, ഒരു ബോട്ടുണ്ട്. ഈ ബോട്ടിൽ എന്താ പറ്റിയിട്ടുള്ളത്? ഈ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ ഈ ഒരു ഫ്ലാഗ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ബോട്ടിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഫ്ലാഗ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച സമയത്ത് എന്ത് പറ്റി? ഈ ഒരു ഫ്ലാഗ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫൈൻ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ബോട്ട് 51 km/h നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും ആ ഫ്ലാഗ് അടിക്കുന്നുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിനേറിയോ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിക്കോളൂ. ഓക്കെ, സോ ദിസ് ഇസ് നോർത്ത്, this is south, this is east and this is west. ഓക്കെ ആണല്ലോ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം എന്താണ്? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു മാസ്റ്റ്, അതായത് ഈ മാസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ, ആ ഡയറക്ഷനിലാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സാധനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് ആ ബോട്ടിലെ മാസ്റ്റ് അല്ലെങ്കിൽ ഫ്ലാഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. സോ ആ ഡയറക്ഷനിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ആ ഡയറക്ഷനാണ് ഇപ്പോൾ വിൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ മാസ്റ്റ് അടിക്കുന്നത് അതേ ഡയറക്ഷനിലാണ് എന്ത്? വിൻഡും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് വിൻഡ്. കിട്ടിയോടാ? വെലോസിറ്റി ഓഫ് വിൻഡ്, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഫൈൻ. ഇനി അടുത്ത കാര്യം എന്താ ചോദിച്ചിട്ടുള്ളത്? ശ്രദ്ധിച്ചേ. അടുത്ത കാര്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമുക്കിനി വെലോസിറ്റി ഓഫ് ബോട്ട് തന്നിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി ഓഫ് ബോട്ട് തന്നിട്ടുണ്ട്. ബോട്ട് ഇപ്പോൾ നോർത്തിലേക്ക് പോവാണ്. ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ബോട്ട്. സോ ദിസ് ഇസ് വെലോസിറ്റി ഓഫ് ബോട്ട്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫ്ലാഗ് ഓഫ് ദി മാസ്റ്റ് ഓഫ് ബോട്ട്? ഇതിന് 51 ഇതിൽ അങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഇപ്പം മാസ്റ്റ് അടിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇയാൾ ഈ നോർത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഈസ്റ്റിലേക്ക് അടിക്കുന്ന കാറ്റുണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഈസ്റ്റിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കും. അത് കാരണം വാട്ട് ഹാപ്പൻസ്, ഇത് ഈ ഒരു ക്വാഡ്രൻ്റിൽ നിന്ന് മാറി ഇത് മിക്കവാറും ഈ ഒരു ക്വാഡ്രൻ്റിലായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതായത് അവിടുന്ന് മാറി തൊട്ട് ബാക്കിലേക്ക് ക്വാഡ്രൻറ്റിലേക്ക് വരും. ഓക്കെ, അങ്ങനെ ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഈ ഒരു വിൻഡ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വി ബിയുടെ ഒരു നെഗറ്റീവ്, അതായത് ഈ ഒരു മൈനസ് വി ബി എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? This is minus VB. Okay, so VB is the plus അല്ലെങ്കിൽ positive aspect. ഇതിന് നേരെ ഓപ്പോസിറ്റ് എടുക്കുകയാണെങ്കിൽ what you will be getting? You will be getting the negative aspect. Okay ആണല്ലോ,
കിട്ടിയല്ലോ, ഗ്രേറ്റ്. സോ ദിസ് ഇസ് വി ബി അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആംഗിളിനെ നിങ്ങൾ തീറ്റ എന്ന് എടുക്കാം, ഇതിനെ നിങ്ങൾ ബീറ്റ എന്ന് എടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് തീറ്റ ആൻഡ് ദിസ് ഇസ് ബീറ്റ. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ഡബ്ല്യു ആൻഡ് മൈനസ് വി ബി. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് വിൻഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ബോട്ട്, അതിനെ നെഗറ്റീവായിട്ട് എടുക്കുക. സോ നമുക്കറിയാം ദിസ് ഇസ് 90 ഡിഗ്രി റൈറ്റ്, ദിസ് ഇസ് 90 ഡിഗ്രി. അത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാണ് നമുക്കറിയാം, ദിസ് ഇസ് 45 ഡിഗ്രി അല്ലേ, കാരണം ഇത് കറക്റ്റ് നോർത്ത് ഈസ്റ്റ് ആണ്. സോ ദ ആംഗിൾ വിൽ ബി 90 പ്ലസ് 45. സോ ദിസ് ഇസ് 135. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ്, ഇവനാണ് നമ്മുടെ റിസൾട്ടൻറ്റ്. അപ്പോൾ ആ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾ ടാൻ ബീറ്റ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എ സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 51 സൈൻ 90 പ്ലസ് 45 ഹോൾ ഡിവൈഡ്സ് 72 പ്ലസ് 51 ഇൻറ്റു കോസ് 90 പ്ലസ് 45. ഓക്കെ ആണല്ലോ. 72 പ്ലസ് 51 ഇൻറ്റു കോസ് 90 പ്ലസ് 45. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 51 ഇൻറ്റു സൈൻ ചെയ്യുമ്പോൾ ഞാൻ ഫൈനൽ ആൻസർ മാത്രം പറയാം, ദാറ്റ് ഈസ് അറൗണ്ട് 1.0038. ഓക്കെ, നിങ്ങളത് സോൾവ് ചെയ്താൽ മതി, ഞാൻ ടൈം കളയുന്നില്ല. ദെർഫോർ ബീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.0038 which is equal to 45. tan 1 എന്ന് പറയുന്നത് 45 ആണ്, അതൊന്ന് കുറച്ചുകൂടെ മാറി 45.11 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ. സോ 11 ഡിഗ്രി ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 45.11 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ദിസ് ഈസ് ആക്ച്വലി 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നുണ്ട് ഇത് 45.11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈസ്റ്റിൽ നിന്ന് ഒരു 0.11 ഡിഗ്രിയും കൂടെ മാറിയിട്ടാണ് ആ മാസ്റ്റർ ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 45 ഡിഗ്രിയാണ്, അവിടുന്ന് ഒരു 0.11 കൂടെ മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ഫ്ലാഗ് ഫ്ലൈ ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് 0.11 ഡിഗ്രി ഡ്യൂ ഈസ്റ്റ്. ഓക്കെ, ഡ്യൂ ഈസ്റ്റ്. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് ഓൾമോസ്റ്റ് ഡ്യൂ ഈസ്റ്റ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഈ ഒരു ക്വസ്റ്റിന് ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൂടെ ഉണ്ട്, അത് ഐ തിങ്ക് കിട്ടുകയാണെങ്കിൽ ഇൻ ദ നെക്സ്റ്റ് സെഷൻ ഞാൻ ഈ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്കൊന്ന് എടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ദിസ് ഇസ് ലൈക്ക് ഓക്കെ, ഇതിങ്ങനെ ചെയ്യാൻ നമുക്ക് പക്ഷേ ഇത് ഗ്രാഫിക്കലായിട്ട് ചെയ്യാൻ ഒരു വഴിയുണ്ട്. വിൽ ഡിസ്കസ് ഇൻ സം അതർ ടൈം. ഓക്കെ, ആ ഒരു മെത്തേഡ് ഇനി ഇപ്പോൾ ഒരു ഓർമ്മ കിട്ടുന്നില്ല. വിൽ ജസ്റ്റ് ഡു ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡോക്ടർ സോനു മനസ്സിലായി സാർ, ഞാൻ വിചാരിച്ച റിസൾട്ടൻ്റ് ഒക്കെ എടുക്കണം. വേണ്ട, റിസൾട്ടൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, വെലോസിറ്റി ഓഫ് മാൻ ഇൻ സ്റ്റിൽ വാട്ടർ മീൻസ് VMR അല്ലേ, VM അല്ലല്ലോ. വെലോസിറ്റി ഓഫ് മാൻ ഇൻ സ്റ്റിൽ വാട്ടർ VM ആണ്. വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ വെലോസിറ്റി ഓഫ് റിവർ കൂടെ നീ കൺസിഡർ, അതായത് VM മൈനസ് VR ആണ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ. അപ്പോൾ നീ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, നിനക്ക് വെലോസിറ്റി ഓഫ് റിവർ ഉണ്ടാവും. അപ്പോൾ അത് നീ ഇവിടെ എടുത്തിട്ടില്ല, മനസ്സിലായി, അത് നീ ഇവിടെ എടുക്കാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. ഇനി എന്താണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ശ്രദ്ധിച്ചേ. ദ സീലിംഗ് ഓഫ് എ ലോങ് ഹോൾ ഇസ് 25 മീറ്റർ ഹൈ. എന്താ അവിടെ സംഭവിച്ചത് നോക്കിയേ. ഒരു വലിയൊരു ഹോളുണ്ട് അല്ലേ, ഒരു വലിയൊരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ സീലിംഗ് 25 മീറ്റർ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത് 25 മീറ്റർ ഉയരത്തിലാണ് എന്തുള്ളത്, സീലിംഗ് ഉള്ളത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ഇയാൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾ ഒരു ബോൾ എടുത്ത് എറിയാണ്. ചോദ്യം, ഇയാൾ എറിയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ, 40 മീറ്റർ പെർ സെക്കൻഡിൽ എറിയുകയാണെങ്കിൽ ഇയാൾക്ക് മാക്സിമം, അതായത് എന്താ പറയുക, എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആൾക്ക് എറിയാൻ പറ്റും, എന്ത് പറ്റരുത്, ഇത് മുകളിൽ തട്ടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് എറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരൊറ്റ എറിയാം. അപ്പോൾ ഇയാളിപ്പോൾ ഇങ്ങനെ എറിയുമ്പോൾ ഇത് ഇങ്ങനെ പോയി ഇത് നിലത്തെത്തുന്ന സമയത്ത് ഇത് പോകാവുന്നതിൽ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പോകുകയും വേണം, ഒപ്പം തന്നെ എന്ത് പറ്റാനും പാടില്ല, ഇത് നമ്മുടെ സീലിംഗിൽ തട്ടാനും പാടില്ല. കിട്ടിയോ? ഇത് നമ്മുടെ സീലിംഗിൽ തട്ടാനും പാടില്ല. മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ വാട്ട് ഇസ് ഹാപ്പനിങ്? അപ്പോൾ ഇവിടെ എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി VU എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആയോ? വാട്ട് ഇസ് ഇനീഷ്യൽ വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഇവിടെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞേ?
ഹൈറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. കിട്ടിയല്ലോ, ഫൈൻ. ഇനി നമുക്കറിയേണ്ടത് ശ്രദ്ധിച്ചേ, മാക്സിമം ഹൈറ്റിന് ഇക്വേഷൻ എത്രയാ? മാക്സിമം ഹൈറ്റ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഓക്കെ ആണല്ലോ. മാക്സിമം ഹൈറ്റ് ഇക്വേഷൻ എത്രയാണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഇസ് 40 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.8 ആണ്. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് 0.306. ഓക്കെ ആണല്ലോ. അതായത് സൈൻ തീറ്റ എന്ന് പറയുന്നത് 0.55 ആണ്. ഓക്കെ ആണല്ലോ, 0.55 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാം. അഥവാ നീറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി ഹാവിങ് ദിസ് വാല്യൂസ്. അതായത് ഈ വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ 0.5 ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എത്രയാടാ? സൈൻ ഇൻവേഴ്സ് 0.55 ആണ്. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ ഇൻവേഴ്സ് 0.55 ആണ്. അത് എത്രയാടാ? അത് 33.6 ഡിഗ്രി ആണ്. സോ ഹിയർ ദ തീറ്റ അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 33.6 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഇയാളുടെ ആംഗിൾ കിട്ടി. ഓക്കെ ആണല്ലോ. സോ ഈ ആംഗിൾ ഇയാൾ എറിയുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇയാൾ എറിയുകയാണെങ്കിൽ എന്ത് പറ്റും? എന്ത് പറ്റും? ഇപ്പോൾ ഇതിന്ന് നമുക്ക് കിട്ടിയ കാര്യം എന്താ? 40 മീറ്റർ പെർ സെക്കൻഡിൽ ആൾ എറിയാണ്. അപ്പോൾ ഇയാൾക്ക് മാക്സിമം ഹൈറ്റ്, ഇപ്പോൾ നമുക്കറിയേണ്ടത് ഈ ഒരു പ്രൊജക്റ്റൈൽ എടുക്കാവുന്ന മാക്സിമം ഹൈറ്റ് നമ്മൾ 25 മീറ്റർ ആണ്. അപ്പോൾ ഈ 25 മീറ്റർ ഹൈറ്റിലേക്ക് എറിയാൻ അയാൾക്ക് എടുക്കാവുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്? 33.6 ആണ്. ഞാനിത് പറയാനുള്ള കാരണം ചില കുട്ടികൾ നേരെ എന്ത് ചെയ്യും? 45 ഡിഗ്രി അങ്ങ് എടുക്കും. കാരണം സാറ് പറഞ്ഞിട്ടുണ്ട് 45 ഡിഗ്രിയിൽ എറിയുകയാണെന്നുണ്ടെങ്കിലാണ് എനിക്ക് എന്ത് കിട്ടുക? ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുക. അപ്പോൾ ഞാൻ ആദ്യമേ 45 ഡിഗ്രി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ 45 എടുത്താലുള്ള പ്രശ്നം എന്താ? 45 എടുത്താൽ ശരിയാണ്, ഇതിനേക്കാൾ കൂടുതൽ റേഞ്ച് കിട്ടും. പക്ഷേ പ്രശ്നം എന്താ? ഇയാൾ 33 എറിയുമ്പോൾ തന്നെ മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ്? 25 മീറ്റർ ആയി. ഇനി ഇയാൾ 33.7 അല്ലെങ്കിൽ 34 ഡിഗ്രിയിൽ ഇറങ്ങി എന്ത് പറ്റും? മാക്സിമം ഡിസ്റ്റൻസ് 25 മീറ്റർ കൂടുതലായിരിക്കും ഹൈറ്റ്. ഈ ബോൾ നേരെ സീലിംഗ് തട്ടി നിലത്ത് താഴും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 33.6 എറിയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് എന്താ? 33.6 ഡിഗ്രിയിൽ എറിയുകയാണെങ്കിൽ എത്ര ദൂരം പോകും? അതാണ് അതിൻ്റെ റേഞ്ച്. മനസ്സിലായോ? അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് 6 നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. പറഞ്ഞേടാ, ആറിൻ്റെ ഇക്വേഷൻ എത്രയാ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ശരിയാണല്ലോ. ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇവിടെ യു എത്രയാ? യു എന്ന് പറയുന്നത് 40 സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു തീറ്റ. വാട്ട് ഈസ് തീറ്റ ഹിയർ? തീറ്റ എത്രയാ? തീറ്റ 33.6 ബൈ ജി എന്ന് പറയുന്നത് 9.8 ആണ്. ഓക്കെ, സോ 40 സ്ക്വയർ ഈസ് 1600. സൈൻ 2 തീറ്റ അല്ലെങ്കിൽ എന്ന് പറയുന്നത് സൈൻ 67 ആണ് വരിക അല്ലേ? സൈൻ 2 ഇൻറ്റു 33 എന്ന് പറയുന്നത് 67 ആണ് വരിക. ദാറ്റ് വിൽ ബി 0.92 ബൈ 9.8. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 150.53 മീറ്റർ ആണ് ആൻസർ വരിക. സോ വാട്ട് ഈസ് ദി ആൻസർ? 150.53. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് അറിയാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എത്രയാടാ? 150.53 ആണ്. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറയുവാടാ, മനസ്സിലായോ എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നീറ്റിന് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ആ മാസ്റ്ററിൻ്റെ ക്വസ്റ്റ്യനൊക്കെ യൂഷ്വലി ഞാൻ എവിടെയും കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസിനാണ് ചോദിച്ചിട്ട്. ബട്ട് നീറ്റിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ദിസ് ഇസ് ലൈക്ക് മോസ്റ്റ് ലൈക്ലി ക്വസ്റ്റ്യൻസ് വിച്ച് യു വിൽ കം അക്രോസ് വൈൽ യു ആർ ലേണിംഗ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗ്രേറ്റ്. ഓക്കെ, ഫൈൻ. പിന്നെ എന്തൊക്കെയാണ് ഇതിപ്പോൾ 7:55? ഓക്കെ, എന്തൊക്കെയാണ് ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. എങ്ങനെയുണ്ടായിരുന്നു? സെക്കൻഡ് സാറ്റർഡേ ആണ് അല്ലേ? എനിക്കിന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ജസ്റ്റ് നിങ്ങൾക്കുള്ള കുറച്ച് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് പഠിച്ച് ഐ വാസ് ജസ്റ്റ് സ്പെൻഡിങ് മൈ ഡേ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ദിവസമൊക്കെ? നിങ്ങളിപ്പോൾ നിങ്ങൾ ഇതിലുള്ളവരെല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നവരാണോ? അതോ ഇതിൽ ആരൊക്കെയാണ്? ഇതിൽ +1 പഠിക്കുന്ന ആളെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുമോ? ഇതിൽ +1 പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഹൗ ഇസ് യുവർ സ്റ്റഡീസ് പ്രോഗ്രസിങ്? അപ്പോൾ 2 കൂട്ടരുണ്ടാവും അല്ലെ മിക്കവാറും. ഒന്നെങ്കിൽ റിപ്പീറ്റേഴ്സ് +1 ഉണ്ടാവും, +2കാർ കുറച്ച് പേര്, അധികം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും. ബട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം 2 പേരോടും, അതായത് റിപ്പീറ്റേഴ്സിനാണെങ്കിൽ ഈ ഒരു റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓൾമോസ്റ്റ്
ഒരു 2 മാസം കഷ്ടിയാണ് എക്സാമിന് വരുന്നത് അല്ലേ. ഇതിപ്പോൾ ഇന്നിപ്പോൾ എത്ര, ഇന്നിപ്പോൾ മെയ് 14 ജൂൺ 14, ജൂലൈ 15 നിങ്ങളുടെ എക്സാം. അറൗണ്ട് 60 days ആണ് ബാക്കിയുള്ളത്. 60 ദിവസം 98 ചാപ്റ്റർ, കറക്റ്റ് പറയുകയാണെങ്കിൽ 99 ചാപ്റ്റർ. ഇനി ഉള്ള ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം ഒരു ദിവസം, നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 3 ചാപ്റ്ററെങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. രാവിലെ ഫിസിക്സ്, ഉച്ചയ്ക്കൊന്ന് ഉറങ്ങിയിരിക്കുന്ന സമയമുണ്ട് ബയോളജി, രാത്രി കെമിസ്ട്രി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം 3 ചാപ്റ്ററെങ്കിലും നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടി മാറ്റി വയ്ക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാണെന്ന് വെച്ചാൽ ബൈ ഒരു 30 days ഒക്കെ ആകുമ്പോഴേക്കും എന്തുണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻസൊക്കെ പഠിച്ച് തീർക്കാൻ കഴിയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻസൊക്കെ പഠിച്ച് തീർക്കാൻ തന്നെ കഴിയും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പിന്നെ കിട്ടുന്ന സമയം കൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഫൈൻ. പിന്നെ ഇപ്പോൾ ഇതിൽ കുറച്ച് പേര് 11th +1 ബാച്ചിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ +1 ബാച്ചുകാർക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ പറയട്ടെ, ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് യു ഗായ്സ് ആർ അമേസിങ്. കാരണം ഞാനൊക്കെ ഇപ്പോൾ ഞങ്ങളൊക്കെ 11th പഠിക്കും, ഞങ്ങളൊന്നും ഒരിക്കലും NCERT ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ബോധേഡ് പോലും ആയിരുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ നേക്കാ റോയ്, ഫൗസി, അതുപോലെ തന്നെ ആസഫ്, നിങ്ങളൊക്കെ ഇപ്പോൾ എന്തിരിക്കുക ബാക്കിയുണ്ട്. ഞാൻ പേരെടുത്ത് പറയാൻ കാരണം നിങ്ങൾ ചാറ്റിൽ ആക്റ്റീവ് ആയതുകൊണ്ട് കേട്ടോ. ചാറ്റിലുള്ള കുട്ടികളെ എനിക്കറിയാം, അവരുടെ പേരെനിക്കറിയാം. വേറെയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ റിപ്ലൈ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ, കുഴപ്പമില്ല അല്ല. നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മെസ്സേജസ് അയക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ വായിക്കാൻ പറ്റും. ഐ വിൽ ബി ജസ്റ്റ് ഏബിൾ ടു നോ യു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് യു ആർ ആക്ച്വലി ഇൻ എ സേഫ് സോൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഇത് റെഗുലറായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ എന്താണ്, സോ ദാറ്റ് ഈസ് ലൈക്ക് വൺ ഗുഡ് തിങ് വിച്ച് യു ക്യാൻ ഡു. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഇപ്പോൾ കലാഷ് നിക്കാവ് ഉണ്ട്, കലാഷ് നിക്കാവ് എല്ലാം കാണാം. കോംബി ക്ലാസ്സസ് ഉണ്ട്, കോംബി ക്ലാസ്സസ് എല്ലാം ചെയ്യുക. ഇനിയിപ്പോൾ ഇൻ കേസ് യു ആർ ഡോപ്പയിൽ എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാരണം നമ്മൾ +1 ഇനി ലൈവ് ഉണ്ടാവും. +2 എത്തുമ്പോൾ നമ്മൾ കുറച്ച് +2 പഠിപ്പിക്കും, അതുപോലെ തന്നെ +1 പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ തിയറി പഠിക്കുക, NCERT പഠിക്കുക, ഒപ്പം തന്നെ കുറച്ച് MTG പറഞ്ഞ ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ മെല്ലെ മെല്ലെ സോൾവ് ചെയ്ത് തുടങ്ങുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് മെല്ലെ മെല്ലെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുക. അമൃത സേസ് ഹായ് അമൃത, ഷീ സ്റ്റഡിങ് ഇൻ +1, ഗുഡ് ടു നോ ദാറ്റ്. സുമയ്യ ഈസ് ഡൂയിങ് ഹർ റിപ്പീറ്റ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്റ്റഡീസ് പഠിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യാം, ഒരു എന്താ പറയുക, ഡെയിലി ഒരു ഫിക്സ്ഡ് പോർഷൻ വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ എ ടൈം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി തോന്നും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ യു ഹാവ് ടു ഓൾവേസ് തിങ്ക് ഓഫ് യുവർ ഡ്രീം. കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ജസ്റ്റ് ഈ കുറേ റെയിൻ പഠിക്കാനും കുറേ വെലോസിറ്റി പഠിക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണിത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ കാലിക്കറ്റ് ഞാൻ ഇപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്കും ഐ വിൽ ബി എ ഡോക്ടർ. അപ്പോൾ ഞാൻ അവിടെ വർക്കൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇതാവുന്ന സമയത്ത് സഡൻലി കമ്മിങ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിലുള്ള ആൾക്കാർ ആരെങ്കിലും വന്ന് സാർക്ക് അറിയോ ഞാൻ ഇവിടെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സാറിൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഒരുപാട് പഠിച്ചു ആൻഡ് ഐ ഫൈനലി ഗോട്ട് ദ നീറ്റ്, സോ ഹാപ്പി ടു സീ. എന്നെയൊക്കെ സംബന്ധിച്ച് ദാറ്റ് വിൽ ബി ദ ട്രൂ തിങ്സ് വിച്ച് യു ക്യാൻ ഗിവ് മീ ബാക്ക്. ഞാനല്ല, ഡോപ്പയിൽ പഠിക്കുന്ന ആരാണെങ്കിലും അങ്ങനെ ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോക്കൂ. നിങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾ പെട്ടെന്ന് അമ്മയോട് പറയണം, അമ്മ ഗ്രേറ്റ് കിട്ടി കേട്ടോ, അവസാനം ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് പോകാൻ പോകണം, ഫൈനലി ഐ എം ഗോയിങ് ടു ബിക്കം എ ഡോക്ടർ, അതായത് ഫൈനലി ഐ എം ഗോയിങ് ടു ബിക്കം എൻ എഞ്ചിനീയർ. അപ്പോൾ എഞ്ചിനീയറിംഗ് അടുത്ത് NIT കിട്ടുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വന്ന് ഇടയ്ക്ക് കാണണം കേട്ടോ. എനിവേസ്, അപ്പോൾ ഇതെല്ലാം അതിലേക്കുള്ളൊരു പ്രോസസ്സ് മാത്രമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലൈഫിൽ ഏതെങ്കിലും ഒരു ടൈമിൽ വി ഹാവ് ടു സാക്രിഫൈസ് സംതിങ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മൾ വിട്ടുകൊടുക്കാണ്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിയവർ ഏതെങ്കിലും പോയിന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാക്രിഫൈസോ ചെയ്തവരായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള ടൈമാണ്. അതായത് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് എവിടെയാണോ കയറിപ്പോകാൻ പറ്റുക അവിടെ കയറിപ്പോകാനുള്ള നിങ്ങളുടെ സമയമാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതിന് മാക്സിമം നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്, ഓക്കെ ഈ നീറ്റ് കഴിയുമ്പോൾ ഞാൻ ഈ കോളേജിലായിരിക്കും. ഇതിപ്പോൾ CMC എങ്കിൽ CMC, എയിംസ് എങ്കിൽ എയിംസ്, ട്രാൻഡ്രം എങ്കിൽ ട്രാൻഡ്രം, വിച്ച് എവർ കോളേജ് ഇറ്റ് ഇസ്. ഒരിക്കലും നിങ്ങളത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങളെ സംബന്ധിച്ച് നിർബന്ധമാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പഠിക്കും. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോടാ? സോ അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ എയിമിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഐ എം ജസ്റ്റ് ട്രൂലി അപ്രീഷിയേറ്റിംഗ്. കാരണം ദിസ് ഇസ് എ സെക്കൻഡ് സാറ്റർഡേ, ദിസ് ഇസ് 8 o'clock.
അതായത് എല്ലാവരും കുളിച്ച് റെഡിയായി മേ ബി ഫാമിലിയോട് പുറത്ത് പോകുന്നതോ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക ഒരു ഫ്രീ ആയിട്ട് അടിച്ചു പൊളിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങളിവിടെ വന്നിരുന്നു, ഇപ്പോൾ 31 പേരാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ 31 പേര് ഇത് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ your work will definitely pay off someday. ഓക്കെ, നിങ്ങളുടെ വർക്കെല്ലാം ഒരു ദിവസം നിങ്ങൾക്ക് റിസൾട്ടായി വരും. I'm truly wishing you all the best for that. And Neka Roy said may we meet soon. Yes Neha, we'll be definitely meeting soon. Neka മാത്രമല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും എവിടെയെങ്കിലും വെച്ച് I will be definitely seeing. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണം. നിങ്ങൾ വന്ന് ചിലപ്പോൾ എനിക്ക് നിങ്ങളെ കണ്ട് ഒരിക്കലും അറിയാൻ പറ്റില്ല, കാരണം ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല, ജസ്റ്റ് പേരുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല, കുറേ ദിവസങ്ങളായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓക്കെ ആകാശ് സാർ ആയിരിക്കും വഴിയുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ വരിക, ഒരു ഹായ് പറയുക, ആൻഡ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി മീൻസ് എ ലോട്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഡോക്ടർ സോനു തോമസ്, ഞാൻ ഡോക്ടറിനെ വന്ന് കാണും, ഷുവർ, സോ ദാറ്റ് മീൻസ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെയാണ് ആക്ച്വലി നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. ദിസ് ഇസ് ഹൗ ഡോപ്പ എക്സിസ്റ്റ് അല്ലേ. വി ആർ ഡോക്ടേഴ്സ് ആൻഡ് വി ക്രിയേറ്റ് ഡോക്ടേഴ്സ്. അങ്ങനെയുള്ളൊരു ഡോക്ടർ കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് അല്ലേ. ബോറടിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ എപ്പോൾ വന്നാലും പറയുന്ന ഒരു കംപ്ലയിൻറ്റ്, ആകാശ് സാർ വരും, ക്ലാസ് എടുക്കും, പോവും, അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും അല്ലടാ, ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം വെറുതെ സാറ് സംസാരിച്ച് നിങ്ങളുടെ സമയം കളയണ്ട, ആ കിട്ടുന്ന 2 മണിക്കൂർ മാക്സിമം നിങ്ങൾക്ക് തിയറി പറഞ്ഞു തരാമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അല്ലാണ്ടുള്ളവർക്കൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇത് ഞാൻ മനസ്സിലായി, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതിപ്പോൾ ആ ഒരു ഇതിൽ വരുന്നതാണ്. ബട്ട് എങ്കിൽ പോലും ഐ ഹോപ്പ് യു ഗൈസ് ആർ അണ്ടർസ്റ്റാൻഡിങ് ദ തിങ്സ്, റൈറ്റ്? അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കയറിയാലോ. ഇപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു, അത് നിങ്ങൾ പറയണം. അതായത് യു ഹാവിങ് എ കോൺഫിഡൻസ് ദാറ്റ് യു വിൽ ക്രാക്ക് ഇറ്റ് ആൻഡ് യു വിൽ മേക്ക് ഇറ്റ് വിത്ത് എ മെഡിക്കൽ കോളേജ് ഓർ എൻ NIT ഓർ എൻ IIT വൺ ഡേ. നിങ്ങൾക്ക് എത്തില്ലേ? ഉറപ്പല്ലേ? ഓക്കെ, ലെറ്റ്സ് ഡു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 meters. ഒരു ക്രിക്കറ്ററിന് ഒരു ബോൾ, അതായത് ഒരു ക്രിക്കറ്റ് ബോൾ 100 മീറ്റർ ദൂരേക്ക് വരെ എറിയാൻ കഴിയും. ഓക്കെ, ഹൗ മച്ച് ഹൈ എബവ് ദ ഗ്രൗണ്ട് ക്യാൻ ദ ക്രിക്കറ്റർ ത്രോ ദി സെയിം ബോൾ? അതായത് ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. 100 മീറ്റർ ദൂരേക്ക് എറിയാൻ പറ്റുന്ന ഒരാൾക്ക് എത്ര മീറ്റർ ഉയരത്തിലേക്ക് എറിയാൻ പറ്റും എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. So Homo sapiens said, see you in Calicut Medical College. Yes, that is a confidence. Calicut Medical Collegeലേക്ക് തന്നെ വരണം, ഇവിടെ നിന്ന് തന്നെ കാണണം. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടില്ല, ഇവിടെ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്. ശരിയാണല്ലോ, ഇവിടുത്തെ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എത്ര, അതായത് ഇയാളിപ്പോൾ ക്രിക്കറ്റർ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അക്വയർ ചെയ്തു എന്നുണ്ടെങ്കിൽ ദേ ആർ ഇൻഡയറക്ട്ലി സെയിങ് ആംഗിൾ ഇസ് 45 degree. കാരണം നമുക്കറിയാം മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്ന ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ വാട്ട് വി ആർ ഡൂയിങ് നൗ, വി ഹാവ് ഗെറ്റ് ദി ആംഗിൾ ആസ് എ 45 degree. സോ ദ ആംഗിൾ ഇസ് 45 degree. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ നമുക്കിനി അറിയേണ്ടത് വാട്ട് ഇസ് ദി റേഞ്ച്. വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ചിൻ്റെ ഇക്വേഷൻ എത്രയാണ്? U² sin 2θ/g. ഓക്കെ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 is equal to U²/g into sin 2θ. sin 2θ, ഇവിടെ θ is equal to 45 degree, right? Since θ is equal to 45 degree, 2θ is 90 degree. So this is 90 degree. Therefore U²/g is equal to 100. ഓക്കെ ആണല്ലോ, U²/g 100 ആണ്. അത് അവിടെ നിന്നോട്ടെ, ആവശ്യം ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറ്റുന്നത്, ഇയാൾക്ക് എത്ര ഹൈറ്റിൽ എറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നേരെ ഒരു 8 ഏറാണ് മുകളിലേക്ക്. അതായത് ഇയാൾ ഇവിടെ നിൽക്കുകയാണ്, ഇയാൾ മുകളിലേക്ക് എറിയുകയാണ്. അപ്പോൾ ഇയാൾ മുകളിലേക്ക് എറിയുമ്പോൾ ഇവിടെ ആക്സലറേഷൻ താഴത്തേക്ക് -g ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ u എത്രയെന്ന് അറിയാം, നമുക്ക് u എന്ന് എടുക്കാം. ഓക്കെ, u എന്ന് എടുക്കാം. അതുപോലെ തന്നെ മാക്സിമം വെലോസിറ്റിയും, അതായത് ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് വെലോസിറ്റി 0 ആണ്. ഓക്കെ ആണല്ലോ. ഈ ഹൈറ്റ് നമുക്ക് h എന്നുകൂടെ എടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? v² - u² is equal to 2as. ഇവിടെ v² 0 ആണ്. u² എന്ന് പറഞ്ഞാൽ -u² is equal to 2 into -g into h. ഓക്കെ ആണല്ലോ. അപ്പോൾ ജിയും ജിയും വെട്ടിപ്പോയി, അഥവാ u²/g is equal to 2h. ഇപ്പം മനസ്സിലാവും ഞാൻ എന്തിനാണ് u²g അവിടെ തന്നെ വെച്ചതെന്ന്. അഥവാ u²/g equal to 2h. ബട്ട് u²g എന്ന് പറയുമ്പോൾ 100 ആണ്. 100 is equal to 2h implies h is equal to 100/2 is equal to 50 meters. Therefore, what is the maximum height to which the cricketer can throw? That is equal to 50 meters. മനസ്സിലായോടാ? കിട്ടിയല്ലോ, ഗ്രേറ്റ്. So that is it. ഓക്കെ ആണല്ലോ.
So that is the maximum height. So our maximum height is 50 meters. കിട്ടിയല്ലോ മനസ്സിലായോ ക്വസ്റ്റ്യൻ മനസ്സിലായോ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ മനസ്സിലായല്ലോ ഗ്രേറ്റ് so it's Dr. Sonu Dex crack it okay let's do it together okay Navta help put a like okay great Amrita says yes Amrita you will be coming here okay അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ അടുത്ത ക്വസ്റ്റ്യൻ എന്താ a stone tied to the end of a string 80 centimeter long is whirled in a horizontal circle ഒന്നുമില്ല ഒരു കല്ലെടുത്തിട്ട് ഒരു സ്ട്രിങ്ങിൽ കെട്ടി നമ്മൾ എന്ത് ചെയ്യാണ് ഹൊറിസോണ്ടലായിട്ട് കറക്കുകയാണ് ഓക്കെ ആണല്ലോ ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് കറക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് L is equal to 80 centimeter is equal to 0.8 meter ഓക്കെ ആണല്ലോ L is equal to 0.8 meter ഓക്കെ ആണല്ലോ ഇനി അടുത്ത ചോദിച്ചിട്ടുള്ള എന്താണ് ഇവിടെ സ്റ്റോൺ മേക്സ് 14 revolutions അല്ലേ സോ നമ്പർ of revolutions is equal to 14 time എത്ര എടുത്തിട്ടില്ല what is the time elapsed for this time എന്ന് പറഞ്ഞാൽ 25 സെക്കൻഡ് ആണ് so let's know the frequency എത്ര number of revolutions by total time taken അല്ലേ 14 by 15 25 hertz ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ what is the angular velocity omega angular velocity is 2 pi by t is equal to 2 pi nu is equal to 2 into pi into 14 by 25 ശരിയാണല്ലോ 2 into pi into 14 by 25 this is equal to 88 by 25 radian per second this is equal to 88 by 25 radian per second ini namakkariyanda what is the acceleration for this what is the centripetal acceleration AC is equal to omega square r arayalo adinu ishtam pole equations undu adiloru v square by r undu adiloru equation aanu omega square by r omega is 88 by 25 the whole square into r etraya r is 0.8 so this is 9.91 meter per second okay anlo 9.91 meter per second the answer is 9.9 meter per second okay anlo great Sumaya said 50 meter ശരിയാണ് Sumaya r max is equal to 4h അത് മതിരാ അത് യൂസ് ചെയ്താലും കിട്ടും ട്ടോ അത് കിട്ടി ആ യൂസ് ചെയ്താലും കിട്ടും ഡയറക്റ്റ് യൂസ് ചെയ്യാം ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴി പറയാൻ തോന്നുന്നേ ഉള്ളൂ ഓക്കെ ആണല്ലോ ഓക്കെ ചാറ്റ് എന്താ ഒന്ന് സ്ലോ ആണല്ലോ ഏതാ ഞാൻ സാധാരണ എന്താ നമ്മുടെ പരിപാടി ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്ത് ഉത്തരം കമൻ്റ് ആയിട്ട് ഇടും നമ്മൾ അങ്ങനെയായിരുന്നു നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം എന്ത് പറ്റി ഇപ്പോൾ ആർക്കൊരു ഉഷാറില്ലേ ക്വസ്റ്റ്യൻ കിട്ടാത്തതുകൊണ്ടാണോ അതോ ക്വസ്റ്റ്യൻ കിട്ടിയത് നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ് എന്താണെങ്കിലും നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഗ്രേറ്റ് ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ An aircraft executes a horizontal loop of radius 1 kilometer with a steady speed of 900 km per hour. Compare its centripetal acceleration with the acceleration due to gravity. Okay, and here the radius of loop r is equal to 1 kilometer is equal to 1000 meters. Here the radius is equal to 1000 meters. What is the speed of aircraft? V is equal to speed of aircraft 900 km per hour. Now, 900 meter per second 5 by 18 ചെയ്താൽ മതി ഓക്കെ ആണല്ലോ 5 by 18 ചെയ്യുകയാണെങ്കിൽ you will be getting as 250 meter per second ഞാൻ കാൽക്കുലേഷൻ ചെയ്യാത്ത വേറെ ഒന്നുമല്ല അല്ലെങ്കിലേ ടൈമില്ല നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടും അത്രേ ഉള്ളൂ ഓക്കെ വാട്ട് ഈസ് ദ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ വി സ്ക്വയർ ബൈ ആർ യൂസ് ചെയ്യാം കാരണം നമുക്ക് ഇവിടെ വിയും ആറും തന്നിട്ടുണ്ട് അല്ലേ സോ ദിസ് ഇസ് 250 ദി ഹോൾ സ്ക്വയർ ബൈ ആർ എത്രയാ 1000 ആണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എസ് 62.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ ആണല്ലോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ ആണല്ലോ അപ്പോൾ അതാണ് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് കമ്പയർ വിത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പോൾ നമ്മൾ ചോദിച്ചത് വാട്ട് ഇസ് എ സി ബൈ ജി ദാറ്റ് ഈസ് 62.5 ബൈ 9.8 അതങ്ങ് ചെയ്താൽ മതി സോ ദ ആൻസർ ഇസ് 6.38 ഓക്കെ ആണല്ലോ 6.38 സോ എ സി ഇസ് ഈക്വൽ ടു എ സി ബൈ എ ജി ഇസ് 6.38 കിട്ടിയല്ലോ ഫൈൻ ഡോക്ടർ സോനു തോമസ് അതിൻ്റെ ആക്സലറേഷൻ സെൻറ്ററിലോട്ടായിരിക്കുമോ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ വിൽ ബി സെൻറ്റർ ടുവേഴ്സ് ദ സെൻറ്റർ പക്ഷേ ഈ ഒരു എയർക്രാഫ്റ്റ് ഒരു ടാൻജൻഷ്യൽ ആക്സലറേഷൻ കൂടെ ഉണ്ടാവും അതായത് അതിന് നേരെ പോകണമല്ലോ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോവും അപ്പോൾ ഈ ആക്സലറേഷൻ ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഓക്കെ വെലോസിറ്റി വിൽ ബി ടാൻജൻഷ്യൽ ഓക്കെ ആണല്ലോ
Great. Okay. What will be the, wait 1 second, ചോദിച്ചുള്ള ഇതിൻ്റെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ സെൻറ്ററിലേക്കാണ്, താഴത്തേക്ക് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. നെറ്റ് ആക്സലറേഷൻ വിൽ ബി ടുവേർഡ്സ് ദ സെൻറ്റർ. ഓക്കെ ആണല്ലോ. അത് സാറ്റലൈറ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഓക്കെ ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റൻ എന്താണ്? ദ നെറ്റ് ആക്സലറേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ദ നെറ്റ് ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സർക്കുലർ മോഷൻ ഈസ് ഓൾവേസ് അലോങ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ടുവേർഡ്സ് ദി സെൻറ്റർ. ശരിയാണോ? നെറ്റ് ആക്സലറേഷൻ എപ്പോഴും സെൻറ്റർ ആണോ? ഇത് തെറ്റാണ്. കാരണം ഇത് സെൻട്രലാവുന്നത് യൂണിഫോം സർക്കുലർ മോഷനിൽ മാത്രമാണ്. മനസ്സിലാക്കുക, യൂണിഫോം സർക്കുലർ മോഷനിലാവുമ്പോൾ മാത്രമാണ് ഇത് സെൻറ്ററിലേക്ക് വരുന്നത്. മറ്റേതാണെങ്കിൽ എന്താ പറ്റുക? മറ്റേതാണെങ്കിൽ സെൻട്രലിലോട്ടല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്സലറേഷൻ. അതായത് വേറെ എന്തൊക്കെ ഇപ്പോൾ ടോർക്ക് അതുപോലെ തന്നെ ബാക്കി ഓരോ ടൈപ്പ് വരുമ്പോൾ എന്താ പറ്റും, അതിനനുസരിച്ച് ടാൻജൻഷ്യലായിട്ടും ഇല്ലെങ്കിൽ നെറ്റ് സെൻറ്ററിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ രണ്ട് ഇങ്ങനൊരു ആക്സലറേഷൻ വരികയാണെങ്കിൽ ഇങ്ങോട്ട് പോകാം. മനസ്സിലായോ? അങ്ങനെ ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. ഓക്കെ. അടുത്തത് ദ വെലോസിറ്റി വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പോയിന്റ് ഈസ് ഓൾവേസ് അലോങ് ദി ടാൻജൻറ്റ് ഓഫ് ദ പാത്ത് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് പോയിന്റ്. ശരിയാണല്ലോ? ശരിയാണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? ഇതിന് ടാൻജൻഷ്യൽ ആയിരിക്കും. ഇതിന് ടാൻജൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇത് ശരിയാണ് കേട്ടോ. ഓക്കെ. ദ ആക്സലറേഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ആവറേജ് ടു വൺ സൈക്കിൾ ഇസ് എ നൾ വെക്ടർ. ഓക്കെ. അതെങ്ങനെയാണ് പറയുക? ശ്രദ്ധിച്ചേ. ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? ഒരു സർക്കുലർ മോഷൻ അണ്ടർഗോ ചെയ്യാണ്. ഓക്കെ. ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ പോയിന്റിലാവുന്ന സമയത്ത് ഇതിൻ്റെ ആക്സലറേഷൻ ഇങ്ങോട്ടാണ്, ഈ പോയിന്റിലാവുന്ന സമയത്ത് ഈ ആക്സലറേഷൻ ഇങ്ങോട്ടാണ്. അതെന്തായി? 0 ആയി നെറ്റ്. ഇതാവുമ്പോൾ ഇങ്ങോട്ടാണ്, ഇതാവുമ്പോൾ ഇങ്ങോട്ടാണ്, നെറ്റ് 0 ആയി. അങ്ങനെ നീ ഈ സർക്കിളിൽ ഇൻഫിനിറ്റ് പോയിന്റ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓപ്പോസിറ്റ് പോയിന്റ് ഉണ്ട്, അതിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ഉണ്ട്. അങ്ങനെ നീ ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? മൊത്തം എന്തായി പോകും? ഇറ്റ് വിൽ ബിക്കം 0. മനസ്സിലായോ? സോ ദർ ഇസ് ഓൾവേസ് an acceleration which is opposite to the expected one. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ വിൽ ബി 0. ഓക്കെ. സോ ഇതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചത്? ആൻസർ ഇസ് 1. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഏതാ? 1 ആണ് ആൻസർ കേട്ടോ. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ ഗ്രേറ്റ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഗിവൺ ബൈ r is equal to 3t I cap plus 3t I cap minus 2t square j cap plus 4k cap meter. ഓക്കെ, നമുക്കൊരു പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. ഇനി വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ അറ്റ് 2t equal to 2 seconds. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ വെലോസിറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വെലോസിറ്റി കാണണമെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dr/dt. കേട്ടിട്ടുണ്ടോ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു dr/dt. സോ ദിസ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് 3t I cap minus 2t square j cap plus 4k cap. ഓക്കെ ആണല്ലോ. 4k cap. അപ്പോൾ എന്ത് കിട്ടി? 3tൻ്റെ ഡെറിവേറ്റീവ് ഇസ് 3i cap മൈനസ് 2t സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 × 2 4 t raised to 2 - 1 is 1 j cap plus 0. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3i minus 4t j. കിട്ടിയല്ലോ. ഫൈൻ. ഒപ്പം നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം? ആക്സലറേഷൻ കൂടെ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt. ദിസ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് 3i cap minus 4t j cap. So this is minus 4j. കിട്ടിയല്ലോ. This is minus 4j. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് ഡിഫറൻസിയേഷൻ ഒക്കെ അറിയാലോ അല്ലേ? 3i എന്ന് പറയുന്നത് എന്താണ്? 3i എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ്. കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്. 4tൻ്റെ ഡിഫറൻഷ്യൽ 4 × t × 1 - 1. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് 0. t raised to 0 that is 1. So this is minus 4j. കിട്ടിയല്ലോ. മനസ്സിലായല്ലോ. ഗ്രേറ്റ്. ഇനി നമുക്കറിയേണ്ട കാര്യം എന്താണ്?
നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ അറ്റ് ടി ഈക്വൽ ടു 2 seconds എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടി ഈക്വൽ ടു 2 secondsലുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ആദ്യം ഇതിനകത്ത് ടീന് 2 കൊടുക്കാം. അപ്പോൾ എന്ത് പറ്റും? വി ഇസ് ഈക്വൽ ടു 3i minus h. ശരിയാണല്ലോ. ടീന് 2 കൊടുത്തു കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു 3i minus h. ആൻഡ് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി? ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 square plus minus 8 whole square. So 9 plus 64. അല്ലേ? This is root 73. This can be rounded to 84 meter per second. 8.54 meter per second. So magnitude of velocity എന്ന് പറയുന്നത് 8.54 meter per second ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അറിയേണ്ടത് അതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഡയറക്ഷൻ തീറ്റ ഇസ് ഈക്വൽ ടു, തീറ്റ എപ്പോഴും y by x ആണ് അല്ലേ എടുക്കുന്നത്. സോ ടാൻ ഇൻവേഴ്സ് vy by vx. ഓക്കെ, അതെങ്ങനെയാണ് വന്നത്? ഇനി അതറിയില്ലെങ്കിൽ അത് പറഞ്ഞുതരാം. ഇത് എ വെക്റ്റർ, ഇത് ബി വെക്റ്റർ, ഇതാണ് തീറ്റ എങ്കിൽ ഇങ്ങനെ ടാൻ തീറ്റ എടുക്കുക. അപ്പോൾ ഇത് വൈയും ഇത് എക്സും ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ടാൻ ഇൻവേഴ്സ് -8/3. സോ ദിസ് ഇസ് മൈനസ് ടാൻ ഇൻവേഴ്സ് 2.667 ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു -69.45. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ പറ്റിയിട്ടുള്ളത്? ഇവിടെ നിനക്ക് മൈനസ് കിട്ടി. സോ നിനക്ക് ടാൻ മൈനസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് എക്സ് ആക്സിസിൻ്റെ താഴെയാണെന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, എ നെഗറ്റീവ് ടാൻ ഇൻഡിക്കേറ്റ്സ് ദ വെക്ടർ ഈസ് അണ്ടർ ദി എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് അറൗണ്ട് 70 degrees. So the answer is 4. This is minus 70 degree with x axis. Okay ആണല്ലോ. Great. 50 അല്ലല്ലോ. 50 എന്നോട് എവിടെ 50 എടുത്തേ? 25 അല്ലേ സാർ? 50 അല്ലല്ലോ. 25 ഏതാ നിങ്ങൾ ചോദിച്ചപ്പോൾ? ഏതാടാ നിങ്ങൾ ചോദിച്ചേ? വാട്ട് ഇസ് 50? മനസ്സിലായില്ല. ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്യോ? ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചത്? നെഹദ 25 അല്ലേ സാർ? ആൻസർ 50 അല്ലല്ലോ. ഓക്കെ, 50 ഏതാ ആൻസർ? നിങ്ങളൊന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ ഏതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്കത് ഇപ്പോൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യാം. ഏതാ ക്വസ്റ്റ്യൻ നമ്പർ എന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ. ഏതാണ് ക്വസ്റ്റ്യൻ നോക്കി നോക്കട്ടെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ വി ഇസ് ഈക്വൽ ടു 8.5. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല. അതിൻ്റെ മുമ്പിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ്. ജസ്റ്റ് വിച്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് ആണോ സ്റ്റോൺ ആണോ? നിങ്ങൾ അങ്ങനെ ഒന്ന് പറയോടാ. എയർക്രാഫ്റ്റ് ആണെന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് അയക്ക് വരും കേട്ടോ. ഞാൻ എവിടെയും പോകുന്നില്ല, ഇത് ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. എന്താണ് ക്വസ്റ്റ്യൻ? എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ദി ഒറിജിൻ അറ്റ് ടി ഈക്വൽ ടു 0 seconds. ഓക്കെ ആണല്ലോ. എ പാർട്ടിക്കിൾ ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഒറിജിൻ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 seconds. അപ്പോൾ ഇതിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 10j meter per second ആണ്. വെലോസിറ്റി എത്രയാടാ? 10j meter per second. h max. ഓക്കെ, മാക്സിമം ഹൈറ്റ് നമുക്ക് ഇപ്പോൾ തന്നെ ശരിയാക്കാം. മാക്സിമം ഹൈറ്റ് ക്രിക്കറ്ററിൻ്റെ ക്വസ്റ്റ്യൻ അല്ലാതെ നിങ്ങൾ ചോദിച്ചാൽ ക്രിക്കറ്ററിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് പ്രശ്നം? ക്രിക്കറ്ററിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് പ്രശ്നം? അത് ശരിയാണല്ലോ. ക്രിക്കറ്റിൻ്റെ പ്രശ്നം എന്താ പ്രശ്നം? ഒരു ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഒരു ക്രിക്കറ്ററിന് മാക്സിമം എറിയാൻ പറ്റിയ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 100 മീറ്ററിൽ അയാൾ മാക്സിമം എറിയണമെങ്കിൽ അയാളുടെ ആംഗിൾ എത്രയായിരിക്കണം? ഹിസ് ആംഗിൾ ഷുഡ് ബി 100 meters. ശരിയാണല്ലോ. ആംഗിൾ 45 degree ആയിരിക്കണം. കാരണം മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത് 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ്. സോ r is 100 meters, theta is 45 degree. അപ്പോൾ r is equal to u square sin 2 theta by g. 100 is equal to u square by g into sin 2 theta 2 into 45 which is 90 degree. അപ്പോൾ u square by g 100 കിട്ടി. നമുക്കറിയാം ഇത് മുകളിലേക്ക് എറിയുന്നതാണ്. അപ്പോൾ ആൾ മുകളിലേക്ക് എറിയുമ്പോൾ u എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് u അറിയില്ല, നമുക്ക് u square by g അറിയാം. v square minus u square 2as ആണ്. ഇവിടെ ഏറ്റവും മുകളിൽ മാക്സിമം പോയിന്റിൽ v 0 ആണ്. സോ v is 0. അപ്പോൾ മൈനസ് u square is equal to 2 into മുകളിലേക്കാണ് എറിയുന്നത്, g താഴേക്കാണ്. സോ ഇറ്റ് ഈസ് മൈനസ് g. സോ u square is equal to minus 2 into g into h, അഥവാ u square by 2g എന്ന് പറയുന്നതാണ് h. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് 1/2 into u square by g. ഓക്കെ, 1/2 into വാട്ട് ഇസ് u square by g? u square by g എത്രയാണ്? u square by g നമുക്കിവിടെ കിട്ടിയല്ലോ. u square by g എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ ഹാഫ് ഇൻറ്റു 100 is equal to 50.
50. ഓക്കെ ആണല്ലോ. ആർ മാക്സ് ഇസ് ഈക്വൽ ടു 4h വെച്ച് കിട്ടുമ്പോൾ എടാ അങ്ങനെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അത് ആ ഒരു റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ആർ മാക്സ് ഇസ് ഈക്വൽ ടു 4h അല്ല നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് എന്താ പറ്റുന്നത് അറിയോ? ആർ മാക്സ് ഇസ് ഈക്വൽ ടു 4h എന്ന് പറയുന്നത്, ആർ മാക്സ് ഇസ് ഈക്വൽ ടു 4h എന്ന് പറയുന്നത് നിങ്ങൾ ഇത് രണ്ടും പ്രൊജക്റ്റൈലായിട്ട് നീ ഒരു സാധനം എറിയാണ്. 45 ഡിഗ്രിയിൽ നീ ഒരു സാധനം പ്രൊജക്റ്റൈലായിട്ട് എറിയുകയാണെങ്കിൽ അപ്പം കിട്ടുന്ന റേഞ്ച് 6 ആണെങ്കിൽ അങ്ങനെ എറിയുന്ന ആ മോഷനിലുള്ള ഹൈറ്റാണ് എച്ച്. മനസ്സിലായോ? അപ്പം കിട്ടുന്ന ഹൈറ്റാണ് എച്ച്. ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെ നമ്മൾ എറിയുന്നത് 45 ഡിഗ്രിയിലാണ്. പിന്നെ എനിക്ക് കണ്ടുപിടിക്കുന്ന ഹൈറ്റ് ഞാൻ സ്ട്രെയിറ്റ് മുകളിലേക്ക് എറിയുന്നത്. മനസ്സിലായോടാ? ഇങ്ങനെ നീ എറിഞ്ഞ് ഇത് 45 ഡിഗ്രി ആണെങ്കിൽ, ഇങ്ങനെ ഇറങ്ങി 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 6ഉം ഇത് എച്ചും ആണെങ്കിലാണ് നീ പറഞ്ഞ ആർ മാക്സ് ഈക്വൽ ടു 4h പറഞ്ഞ ആ ഒരു റിലേഷൻ വാലിഡ് ആവുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നീ ആദ്യം ഇങ്ങനെ എറിയും, ആ കിട്ടുന്ന ആർ മാക്സ് വെച്ചിട്ട് പിന്നെ നീ ഇങ്ങനെയല്ല എറിയുന്നത്, പിന്നെ നീ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആണ് എറിയുന്നത്. ഫോർ യുവർ കൈൻഡ് നോട്ട്, ദിസ് ഇസ് നോട്ട് എ പ്രൊജക്റ്റൈൽ മോഷൻ. ഇത് പ്രൊജക്റ്റൈൽ മോഷൻ അല്ലാത്തതുകൊണ്ട് ആർ മാക്സ് ഈക്വൽ ടു 4h എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കിട്ടിയോ? മനസ്സിലായോടാ? ഇനിയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ആർ മാക്സ് ഈക്വൽ ടു 4h അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് മോഷനും പ്രൊജക്റ്റൈൽ ആയിരിക്കണം, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റൈൽ മോഷനിലുള്ള റേഞ്ചിനെയും ഹൈറ്റിനെയും കാര്യമാണ്. ഇവിടെ ഈ ഹൈറ്റ് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഹൈറ്റ് അല്ല, നമ്മൾ നേരെ മുകളിലേക്കാണ് എറിയുന്നത്. മനസ്സിലായോ? യെസ്, യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ല. അതിൻ്റെ റീസൺ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇപ്പോൾ പറഞ്ഞ റിലേഷൻ മനസ്സിലായോ അല്ലയോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ നഹദ, യെസ് സർ. യാരി സെറ്റ് ഓക്കെ സർ. ഗ്രേറ്റ്. മനസ്സിലായല്ലോ? ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇടയിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ തന്നെ എഗ്രി ചെയ്തു പോയില്ല അറിയാണ്ട്, സോറിടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ദി ഒറിജിൻ അറ്റ് t is equal to 0 seconds with a velocity of 10 j meter per second in the xy plane with a constant acceleration of 8i plus 2j meter per second. At what time the x coordinate of the particle is 16 meter? Okay, x coordinate 16 meter എത്രയിലാണ് വന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിൾ 10 j meter per second പോകുന്നത്. അതായത് ഇതാണ് ആക്സിസ് എങ്കിൽ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഇതിന് ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി 0 ആണ്. അതായത് xo is 0. ഓക്കെ ആണല്ലോ? അതായത് എക്സ് ഡയറക്ഷനിലുള്ള, അതാണ് എക്സ്, ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി 0 അഥവാ XO എന്ന് പറയുന്നത് 0 ആണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി എലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, സോ വെലോസിറ്റി എലോങ് എക്സ് ആക്സിസ് ഈസ് 0. ആൻഡ് വാട്ട് ഈസ് ദി ആക്സിലറേഷൻ എലോങ് എക്സ് ആക്സിസ്? ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്. ശരിയാണല്ലോ? അപ്പോൾ ആക്സിലറേഷൻ എമംഗ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ഓക്കെ, സോ ആക്സിലറേഷൻ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 8 ആണ്. സോ ദിസ് ഇസ് 8 meter per second square. ഓക്കെ, 8 meter per second square. അതുപോലെ തന്നെ വാട്ട് ഈസ് എക്സ്? നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് എക്സ്, അതായത് എത്ര ദൂരം ഇവിടെ എക്സ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 16 മീറ്റർ ആവുന്ന സമയത്ത് വാട്ട് ഈസ് ദി എക്സ് കോർഡിനേറ്റ്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത് t = 0 സെക്കൻഡിൽ എന്ത് ചെയ്യാണ്? 10 j meter per second നീങ്ങാണ്. 10 j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സ് ആക്സിസിലൊരു കോമ്പോണൻ്റ് ഇല്ല. ദിസ് ഇസ് 0j പ്ലസ് 10j ആണ് ഇതിൻ്റെ വെലോസിറ്റി. ഓക്കെ ആണല്ലോ? അങ്ങനെ ആയതുകൊണ്ട് ഇതിന് എക്സ് കോമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് എന്തില്ല, ഒരു ഇനീഷ്യൽ വെലോസിറ്റി ആയാലും എക്സ് ആക്സിസും ഇല്ല. അവർ ചോദിച്ചിട്ടുള്ളത് 16 മീറ്റർ എക്സ് ആക്സിസിൽ ഈ സാധനം നീങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയം പോയിട്ടുണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്, 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ പൊസിഷൻ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x0 ആണ് അല്ലേ? അതാണ് ഡിസ്റ്റൻസ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞ് ഫൈനൽ പൊസിഷൻ ഇസ് എക്സ്, ഇനീഷ്യൽ പൊസിഷൻ ഇസ് x0. അപ്പോൾ എക്സ് മൈനസ് x0 ഈസ് ut പ്ലസ്
half a t square ആണ്. ഓക്കെ, ഫൈനൽ പൊസിഷൻ 16 ആണ്, ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു u is 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 8 ആണ് ഇൻറ്റു ടി സ്ക്വയർ ആണ്. ഓർ 16 is equal to 8/2 4t square or t square is equal to 4 അല്ലേ. 16/4 എന്ന് പറയുന്നത് 4 ആണ്. or t is equal to 2 seconds. or t is equal to 2 seconds. ഓക്കെ, t equal to 2 seconds ആണ്. ഓക്കെ ആണല്ലോ. സോ t equal to 2 seconds. ആൻസർ ഇസ് 2. കിട്ടിയോടാ? മനസ്സിലായോ? ഗ്രേറ്റ്. സോ നഹദ സേസ് യെസ്, നയാരി സേസ് യെസ്, ഡോക്ടർ സോനു തോമസ് യെസ് സർ മനസ്സിലായി, അമൃത മനസ്സിലായി സർ, വെൽ എക്സ്പ്ലെയിൻ, താങ്ക് യു സോ മച്ച്, ദാറ്റ് മീൻസ് എ ലോട്ട്. ഓക്കെ ആണല്ലോ. സുമയ മനസ്സിലായി സർ, ഡോക്ടർ സോനു 2 seconds. റൈറ്റ്. സോ അത് റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാണ്, അവിടെ ആയിട്ട് തീരുകയാണ് കുട്ടികളെ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ശ്രദ്ധിച്ചേ. I and j are unit vectors along the x and y axis respectively. What is the magnitude and direction of vector I minus j? അപ്പോൾ i എന്ന് പറയുന്നത് x ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ്, y എന്ന് പറയുന്നത് j എന്ന് പറയുന്നത് y ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ i മൈനസ് ജെൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, അങ്ങനെയാണെങ്കിൽ വാട്ട് ദിസ് ഇസ് i ക്യാപ് അല്ലേ, 1 i ക്യാപ്, അടുത്ത് 1 j ക്യാപ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയറിൻ്റെ റൂട്ടാണ്, ഇത് √2 ആണ്, √2 ആണ്. ഓക്കെ, സോറി വെയിറ്റ്, നമ്മൾ ഓക്കെ, അത് i മൈനസ് ജെ. അപ്പോൾ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? i പ്ലസ് -1 ഇൻറ്റു ജെ ക്യാപ്. അപ്പോൾ ഇതിനെ 1 സ്ക്വയർ പ്ലസ് -1 ദി ഹോൾ സ്ക്വയർ, ഇതും √2 തന്നെയാണ്. അപ്പോൾ ആൻസർ √2 ആണ്. ഇനി അറിയേണ്ടത് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെക്ടർ i മൈനസ് ജെ. i മൈനസ് ജെ നിങ്ങൾ മാർക്ക് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചേ, ഇത് i മൈനസ് ജെ എന്ന് പറഞ്ഞാൽ മൈനസ് y ആക്സിസ് ആണ്. സോ ഇത് ഇവിടെയാണ് വരിക, ശരിയാണല്ലോ. √2 മാഗ്നിറ്റ്യൂഡ് ആയിട്ട് ഇത് പ്ലസ് i, ഇത് മൈനസ് ജെ. അപ്പോൾ ഇത് 45 ഡിഗ്രി വിത്ത് മൈനസ് എക്സ് ആക്സിസ് ആണ് വരിക. വിത്ത് ഇപ്പോൾ -45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന ആംഗിൾ പ്ലസ് പോസിറ്റീവ് ആംഗിൾസും, ക്ലോക്ക് വൈസ് അതായത് ഈ ഡയറക്ഷനിൽ കൗണ്ട് ചെയ്യുന്നത് മൈനസ് ആംഗിൾസും ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് 45 ഡിഗ്രിയാണ് എടുത്തത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? -45 എന്ന് കിട്ടിയത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഈസി ക്വസ്റ്റ്യൻ ആടാ ഇതൊക്കെ. ജസ്റ്റ് നിങ്ങളുടെ ഇതൊക്കെ നീറ്റിനൊക്കെ ചോദിക്കുന്ന സദാ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, സദാ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിൽ +1 കുറച്ച് പിള്ളേരുണ്ട്. +1 പിള്ളേരെ പറയൂ, നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഓവർവ്യൂ കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് നീറ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന്? ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്ന് തുടങ്ങിയോ? നിങ്ങൾ ജസ്റ്റ് എല്ലാവരും എന്നോടൊന്ന് പറയണം കേട്ടോ. വാസ് ഇറ്റ് യു ആർ ഏബിൾ ടു ഡു ഇറ്റ് ഓർ നോട്ട്? എന്നോട് ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ആൻ ആർബിട്രറി മോഷൻ ഇൻ സ്പേസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഇസ് ട്രൂ? ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരിക്കലും ചോദിക്കില്ല. ഇത് 2005 NCERT റിവൈസ് ചെയ്ത സമയത്ത് ഒഴിവാക്കേണ്ടിയിരുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്ക് മോഷൻ ഇൻ എ പ്ലെയിനിലോ 1 ഡയമെൻഷനിലോ ആർബിട്രറി മോഷൻ പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ല. അതില്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടും ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് വെറീഡ് ആവേണ്ട, ഇത് ഒരിക്കലും ചോദിക്കില്ല. ആൻസർ ഇതാണ്. ഓക്കെ, അപ്പോൾ ആർബിട്രറി മോഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പാറ്റേണും, അതായത് ഒരു ടൈം റിലേഷൻ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ മൾട്ടിപ്പിൾ പൊസിഷൻ വെക്റ്റേഴ്സൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മോഷനാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഗ്രേറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ സ്കേലർ ക്വാണ്ടിറ്റി ഈസ് വൺ ദാറ്റ് കൺസേർവ്ഡ് ഇൻ എ പ്രോസസ്. സ്കേലർ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ പറയും ശരിയാണല്ലോ സാർ, ഇലാസ്റ്റിക് കൊളീഷനിൽ കൺസേർവ്ഡ് ആണ്, ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റ് കൺസേർവ്ഡ് ആണ്. പക്ഷേ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൺസേർവ്ഡ് അല്ല. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ഓൾമോസ്റ്റ് എല്ലാ കൊളീഷനിലും എയർ റെസിസ്റ്റൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ തട്ടുന്ന പോലെ തിരിച്ചു വരില്ല. അപ്പോൾ കൺസേർവ്ഡ് അല്ല. സോ ദിസ് ഇസ് നോട്ട് കൺസേർവ്ഡ്. ഓക്കെ ആണല്ലോ, അത് തെറ്റാണ്. ക്യാൻ നെവർ ടേക്ക് നെഗറ്റീവ് വാല്യൂസ്. അത് ശരി, അതെങ്ങനെയാടാ ശരിയാവുക? അപ്പോൾ ടെമ്പറേച്ചറിന് -40 ഇല്ലേ? ടെമ്പറേച്ചറിന് -40 ഇല്ലേ? ടെമ്പറേച്ചർ നെഗറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ? അത് നെഗറ്റീവ് അല്ലേ? സോ തെറ്റാണ്. ഓക്കെ, സോ സ്കേലാർ ക്വാണ്ടിറ്റി ക്യാൻ ടേക്ക് നെഗറ്റീവ് വാല്യൂസ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഇൻ വിച്ച് ഓൾ ആസ്പെക്ട്സ്. അതായത് എപ്പോഴാണ് എടുക്കുന്നത്? ടെമ്പറേച്ചർ നെഗറ്റീവ് ഒക്കെ ആവുന്ന ആ കേസിൽ എടുക്കുന്നുണ്ട്.
സ്കേലാർ ക്വാണ്ടിറ്റി മസ്റ്റ് ബി ഡയമെൻഷൻലെസ്. അതൊക്കെ എങ്ങനെയാണ് നിനക്ക് പറയാൻ പറ്റുന്നത്? ലെങ്ത് എന്ന് പറഞ്ഞ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ അതിനൊരു ഡയമെൻഷൻ ഉണ്ട് L, അതിനൊരു യൂണിറ്റ് ഉണ്ട് മീറ്റർ. ശരിയാണല്ലോ. സോ ഇത് ഡയമെൻഷൻലെസ് ആണോ? ഇറ്റ് ഹാവ് ഡയമെൻഷൻ. അടുത്ത കാര്യം, ഹാസ് എ സെയിം വാല്യൂ ഫോർ ഒബ്സർവേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സസ്. അത് ശരിയാണ്. കാരണം ഇപ്പോൾ നിന്നോട് ഈ പെന്നിൻ്റെ ലെങ്ത് അളക്കാൻ പറയുകയാണ്. ഒരാൾ ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കുകയാണ്, അടുത്ത ആൾ ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കുകയാണ്. രണ്ടാളെന്നാലും സെയിം ആണ്. ഒരാൾക്ക് സംബന്ധിച്ച് ഇവിടെ നിന്നാണ് അളന്നു തുടങ്ങുന്നത്, ഇതാണ് ഇയാളുടെ ഡയറക്ഷൻ ഓഫ് ആക്സസ്. വേറൊരാളുടെ ഡയറക്ഷൻ ഓഫ് ആക്സസ് ഇങ്ങനെയാണ് അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ആക്സസ്. ഏത് ഡയറക്ഷൻ ആണെങ്കിലും വാട്ട് ഹാപ്പൻസ്, യു വിൽ ബി ഡെഫിനറ്റ്ലി ഗെറ്റിംഗ് എ സെയിം വാല്യൂ. സോ ദിസ് ഇസ് റൈറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ, ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ. അമൃത, യെസ് ഉണ്ട് സർ, ചെയ്യാൻ പറ്റും. ഗ്രേറ്റ്. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. ആൻ എയർക്രാഫ്റ്റ് ഈസ് ഫ്ലൈയിങ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഇറ്റ്സ് 8:30 അല്ലേ, നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. വിൽ ബി കൺക്ലൂഡിങ് ഇറ്റ് ബൈ 8:45 ഓർ മാക്സിമം ഓഫ് 9. അതിനുള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിലോ എന്നെ പറ്റി അറിയാനുണ്ടെങ്കിലോ ഡോപ്പേനെ പറ്റി അറിയാനുണ്ടെങ്കിലോ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക്. വി വിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ടു എ 2-on-2 സെഷൻ കേട്ടോ. അല്ലാണ്ട് ക്വസ്റ്റ്യൻസും അതായത് ജസ്റ്റ് സ്റ്റഡീസ് മാത്രമല്ല, അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ ആസ്ക് മീ വാട്ട് എവർ യു വാണ്ട്. വി വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് ഓൾ റാൻഡം തിങ്സ് വിച്ച് യു വാണ്ട് ടു നോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും തൽക്കാല ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? ആൻ എയർക്രാഫ്റ്റ് ഇസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 3,400 meters above ദി ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എയർക്രാഫ്റ്റ് എന്ത് ചെയ്യാണ്? പറന്നുകൊണ്ടിരിക്കുകയാണ്. 3,400 meter ഗ്രൗണ്ടിൽ നിന്ന് മാറി. ഓക്കെ, സോ ഇത് 3,400 meter ആണ്. ഓക്കെ, if an angle is subtended at a ground observation point by aircraft position 10 seconds apart is 30 degree, what is the speed of aircraft? അതായത് ആദ്യം ഈ പോയിന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്ന് ഓക്കെ, അപ്പോൾ ഇതൊരു ഒബ്സർവേഷൻ ഉണ്ട്. ഇവിടെ ആദ്യം എയറോപ്ലെയിൻ കാണുകയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ എയറോപ്ലെയിൻ കാണുകയാണ്. എയറോപ്ലെയിൻ കണ്ടു കഴിഞ്ഞ് 10 സെക്കൻഡ് കഴിയുമ്പോൾ എയറോപ്ലെയിൻ ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ഞാൻ വരച്ച മാറിപ്പോയതാണ്. ഇവിടെ എത്തി എയറോപ്ലെയിൻ. അപ്പോൾ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇത്ര ദൂരം സഞ്ചരിച്ചു. ഇതാണ് അതിൻ്റെ ഹൈറ്റ്. അതാണ് 3,400 meter. ആ സമയത്ത് ഗ്രൗണ്ടുമായിട്ട് ഇത് സബ്റ്റൻഡ് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതാണ് 30 ഡിഗ്രി. മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? ഈ പോയിന്റ് എ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്താണ്. ഇതിനെടുത്ത സമയം 10 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഇസ്, എത്ര ദൂരം ഈ 10 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തു? ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഞാൻ 6 എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ, ഇതിന് ഞാൻ 6 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ദിസ് വിൽ ബി ദി എക്സാക്ട് ഹാഫ് 15 ഡിഗ്രി. സംശയമില്ലല്ലോ, എക്സാക്ട് ഹാഫ് 50 ഡിഗ്രി. ഓക്കെ ആണല്ലോ, ദിസ് വിൽ ബി ദി എക്സാക്ട് ഹാഫ് 50 ഡിഗ്രി. ഓക്കെ, സോ 1 second, ജസ്റ്റ് ലൈവ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എടാ ഒരു സെക്കൻഡ്, ചെറിയൊരു എറർ എന്തോ സംഭവിച്ചു തോന്നുന്നുണ്ട്. ലൈവ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം ചാറ്റിൽ.
ഹലോ എടാ ചെറിയ എന്തൊക്കെയോ ഒരു സ്റ്റുഡിയോയിൽ ചെറിയൊരു എറേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാറ്റ് ബോക്സ് കാണുന്നില്ല. സോ ഐ എം ജസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ മൈ ഫോൺ ഫോർ സേയിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. നോ ഇഷ്യൂസ് ആസ് ഓഫ് നോ ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സോ ഹാപ്പി ടു നോ ദാറ്റ്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്താണ്? നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചായിരുന്നു അല്ലേ. അതായത് ഒരു ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരുന്ന സമയത്ത് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളാണ് എത്രയാണ്? 30 ഡിഗ്രി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുക? ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. അതിനകത്ത് tan 15 ഒന്ന് കണ്ടുപിടിച്ചേ. tan 15 എന്ന് പറയുന്നത് ഇത് പി ആയിട്ട് എടുക്കുക, അത് ക്യൂ ആയിട്ട് എടുത്തോ കേട്ടോ. അങ്ങനെയാണെങ്കിൽ PR/OR ശരിയാണല്ലോ. tan 50 എന്ന് പറയുന്നത് PR/OR ആണ്. ശരിയാണല്ലോ. tan 50 എന്ന് പറയുന്നത് PR/OR ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം therefore PR എന്ന് പറയുന്നത് എത്രയാണ്? PR എന്ന് പറയുന്നത് tan 15 into OR ആണ്. ഓക്കെ ആണല്ലോ. tan 15 into OR ആണ്. പക്ഷേ നമുക്കറിയാം OR എന്ന് പറയുന്നത് എത്രയാണ്? OR എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് 3400. ഓക്കെ ആണല്ലോ. അതെന്ന് പറയുന്നത് 3400 ആണ്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് 3400 ഇൻറ്റു tan 15. ഓക്കെ ആണല്ലോ. ഇൻറ്റു tan 15. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തേ. വൺ ഇസ് ട്രയാങ്കിൾ PRO, സെക്കൻഡ് വൺ ഇസ് ട്രയാങ്കിൾ QRO. ഓക്കെ, യു ഹാവ് PRO ആൻഡ് യു ഹാവ് ട്രയാങ്കിൾ QRO. അപ്പോൾ അങ്ങനെ ട്രയാങ്കിൾ വരികയാണെങ്കിൽ എന്ത് പറ്റും? നമുക്കറിയാം ട്രയാങ്കിൾ PRO ഈസ് സിമിലർ ടു ട്രയാങ്കിൾ RQO. പറയാൻ മിസ്റ്റേക്ക് ഉണ്ടോ? ഈസ് ട്രയാങ്കിൾ RQO. സോ ട്രയാങ്കിൾ PRO ഇസ് സിമിലർ ടു ട്രയാങ്കിൾ QRO. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? കിട്ടിയല്ലോ? ഓക്കെ, സോ അങ്ങനെ വരികയാണെങ്കിൽ വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ്? അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇത് സിമിലർ ആവാനുള്ള കാരണം എന്താണ്? കോമൺ സൈഡാണ്, കോമൺ ആംഗിളാണ്, ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ SAS, SSS അല്ലെങ്കിൽ ASA ഏത് കോൺഗ്രന്റ് റൂൾ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? PR is equal to RQ എന്നാവും. ശരിയാണല്ലോ. ഇവിടെ എന്ത് പറ്റി? PR is equal to RQ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? വി നോ ദാറ്റ് PQ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് PR പ്ലസ് RQ ആണ്. ഓക്കെ ആണല്ലോ. PR പ്ലസ് RQ ആണ്. അതിന് ഞാൻ 2 times PR എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? കാരണം PR is already equal to RQ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബട്ട് PRൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. PR is equal to tan 15 ഇൻറ്റു 3400 അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു tan 15 ഇൻറ്റു 2400. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 3400. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ദിസ് വിൽ ബി 6800 ഇൻറ്റു tan 15 ഈസ് 0.268. ഓക്കെ, tan 15 ഈസ് 0.268. ഓക്കെ ആണല്ലോ. tan 15 ഈസ് 0.268. അപ്പോൾ ദിസ് ഈസ് 1282.4 meters. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് 1822.4 meters. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് നിനക്ക് കിട്ടി? ദൈവം, എന്ത് കിട്ടിയടാ? ഇപ്പോൾ നമുക്ക് PQ കിട്ടി, ഈ ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് എത്ര? 1822.4. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്രയാണ്? വാട്ട് ഈസ് ദ സ്പീഡ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് ഈസ് 1282 ബൈ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ 10 seconds ആണ്. സോ ദിസ് ഇസ് 182.2 meter per second. ഓക്കെ ആണല്ലോ. 182.1 meter per second. സോ ആൻസർ ഇസ് ദിസ്. ഇതിൽ 181 ഉണ്ട്, അവനെ സൂക്ഷിക്കണം കേട്ടോ. 182 ആണ് ഉത്തരം. ഓക്കെ, വേറെ ഒന്നും അല്ലടാ. സ്റ്റുഡിയോയിൽ 1-2 ചെറിയൊരു മൈനർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫിക്സേഷനിലായിട്ട് ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയതാണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? അതോ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം? നിങ്ങളൊന്ന് പറയുമോ ചാറ്റിൽ? ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഡെഫിനറ്റ്ലി, നോ ഇഷ്യൂസ് കേട്ടോ. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് പറയണേ. വെദർ ഐ ഷുഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ഓർ നോട്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മെല്ലെ പോയാലോ? പോവാം അല്ലേ? ഓക്കെ. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ ബുള്ളറ്റ് ഈസ് ഫയർഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 degree വിത്ത് ഹൊറിസോണ്ടൽ ഹിറ്റ്സ് ദ ഗ്രൗണ്ട് 3 kilometer away. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബുള്ളറ്റ് 30 degree ആംഗിളിൽ ഫയർ ചെയ്യാണ്. ഓക്കെ ആണല്ലോ. അതെന്ത് ചെയ്യാണ്? 3 kilometer ദൂരം മാറി നിലത്ത് വീഴാണ്.
ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ഇനി എന്ത് ചെയ്യാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുന്നത്, ഞാൻ എന്തെങ്കിലും ഒരു ആംഗിൾ വിടുകയാണെങ്കിൽ എനിക്കിത് 5 കിലോമീറ്റർ മാറി വീഴാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം 3 കിലോമീറ്റർ മാറിയാണ് വീഴുന്നത്. ഞാൻ ഇതിനകത്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഇപ്പോൾ ഈ 3 എന്നുള്ളത് 5 ആക്കാൻ പറ്റുമോ? യെസ്, നോ, ഡിപ്പെൻസ്, നൺ. ഇങ്ങനെയാണ് എൻജിനീയറിങ്ങിന് ഉണ്ടാവുക. അത് ഭയങ്കര പ്രശ്നമാണ് ഇത്തരക്കാരൻ. അപ്പോൾ നമുക്ക് ആദ്യം റേഞ്ച് ഇപ്പോൾ ഇവിടെ 3 കിലോമീറ്റർ ആണ്, ശരിയാണല്ലോ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 30 ഡിഗ്രിയാണ്, മനസ്സിലായല്ലോ. സെറ്റ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എത്ര? R is equal to u² sin 2θ/g. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 3 equal to u² sin 2θ is sin 30 which is sin square sin 60/g. അഥവാ u²/g എന്ന് പറയുന്നത് sin 60 എന്ന് പറയുന്നത് എത്രയാ? 3 is equal to u²/g into √3/2. അപ്പോൾ 3നെ √3 into √3 എന്ന് എഴുതാം, മനസ്സിലായോ? അപ്പോൾ √3 വെട്ടിപ്പോയി, ഇതിങ്ങോട്ട് 2 ഇങ്ങോട്ട് വന്നാൽ u²/g എന്ന് പറയുമ്പോൾ 2√3 എന്നായി. u²/g എന്ന് പറയുമ്പോൾ 2√3 എന്നായി, മനസ്സിലായോടാ? കിട്ടിയോടാ? ഫൈൻ, കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് 3.46 കിലോമീറ്റേഴ്സ്. ഓക്കെ ആണല്ലോ, 3.46 കിലോമീറ്റേഴ്സ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ വെയിറ്റ്, 2√3 എന്ന് കിട്ടി, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത കാര്യം, വാട്ട് ഈസ് ദ മാക്സിമം റേഞ്ച്? ആർ മാക്സ് എത്രയാടാ? ആർ മാക്സ് എന്ന് പറയുന്നത് u²/g ആണ് അല്ലേ? u² sin 2θ/g. അത് എന്താ, നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആസ് u²/g. അപ്പോൾ അതാണ് ആർ മാക്സ് എന്ന് പറയുന്നത്. ആർ മാക്സ് ഇസ് u²/g. ബട്ട് ആർ മാക്സ് എത്രയാ? ആർ മാക്സ് ഇസ് ആക്ച്വലി 2√3. ഓക്കെ ആണല്ലോ. അപ്പോൾ 2√3 എന്ന് പറയുമ്പോൾ ദിസ് ഇസ് 2 into 1.732. അത് എത്രയാ? 3.46 ആണ്. അതായത് നീ 45 ഡിഗ്രിയിൽ ഒരു ബോൾ എറിയുകയാണെങ്കിൽ ഇത് 3.46 കിലോമീറ്ററിലാണ് എത്തുള്ളൂ. ഇതൊരിക്കലും 3.46ൽ കൂടുതൽ പോവില്ല. ദാറ്റ് മീൻസ് വാട്ട്? ഇതൊരിക്കലും 5 കിലോമീറ്റർ എത്തില്ല എന്നുള്ളതാണ് എന്ത് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് ദി ആൻസർ, 3.46. സോ എത്തില്ല, നോ ഇസ് ദി ആൻസർ. ഓക്കെ, നോ ഇസ് ദി ആൻസർ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോടാ? ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? A fighter plane is flying horizontally at an altitude of 1.5 km with a speed of 720 km per hour, passes directly overhead an anti-aircraft gun. At what angle from the vertical should the gun be fired for the shell with muzzle speed 600 meter per second to hit the plane? Question clear ആക്കി തരാം. 1.5 കിലോമീറ്റർ ഉയരത്തിൽ ഒരു പ്ലെയിൻ പറക്കുകയാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറക്കുന്ന വെലോസിറ്റി 720 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ ആണല്ലോ, 720 കിലോമീറ്റർ പെർ അവർ 720 into 5/18 ചെയ്യണം. സോ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ്, ഇതിൻ്റെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ എത്രയുടെ വരിക? 200 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. കൺവേർഷൻ ആണല്ലോ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് 200 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ, എല്ലാവരും മടുത്തു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് 2-3 ഇവിടെ തന്നു കഴിഞ്ഞാൽ ഐ വിൽ ജസ്റ്റ് ഫിനിഷ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഓക്കെ. സോ ദാറ്റ് ഈസ് 200 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഫൈൻ. സോ അടുത്ത കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ഷെല്ലിരിക്കുന്നുണ്ട്, ഒരു പീരങ്കി എന്നൊക്കെ പറയില്ല, അത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ഇവിടുന്ന് പാസ് ഓൺ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവർ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് ആംഗിൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഇവനെ ഇടിക്കാൻ പറ്റുക, അതും വെർട്ടിക്കൽ ആയിട്ടുള്ള ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ലെറ്റ് തീറ്റ ബി ദി ആംഗിൾ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ എം ഡ്രോയിങ് എ ഡയഗ്രാം, ഇതെൻ്റെ യു ആണെന്ന് വിചാരിക്കുക. സോ ഇതാണ് എനിക്ക് കാണേണ്ട ആംഗിൾ വിച്ച് ഇസ് തീറ്റ. ഓക്കെ, സോ ദിസ് വിൽ ബി ദ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി, ദിസ് വിൽ ബി ദി ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് ഓഫ് ദി വെലോസിറ്റി. അതുപോലെ തന്നെ ഇതാണ് ഹൈറ്റ്, 1500 മീറ്റർ ഹൈറ്റ്. ഓക്കെ ആണല്ലോ. ഇവിടെ 200 മീറ്റർ പെർ സെക്കൻഡിൽ ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഡാറ്റ എന്ത് ചെയ്തു? നമുക്കിതൊന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോടാ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. ഓക്കെ, ഫൈൻ. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി UX ആണെങ്കിൽ ഒരു ടൈം ടിയിൽ ഇത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാടാ? UX into T. അതായത് ഒരു T ടൈമിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി UX വെച്ചിട്ട് ഇത് UX into T എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും. ശരിയാണല്ലോ? ശരിയാണ്. അതുപോലെ തന്നെ ഇതേ സമയം കൊണ്ട് നമ്മുടെ പ്ലെയിൻ എത്ര കവർ ചെയ്യും?
പ്ലെയിൻ എത്ര കവർ ചെയ്യും? v ഇൻറ്റു ടി. കാരണം വെലോസിറ്റി ഓഫ് ദ പ്ലെയിൻ ഇസ് v. എന്ത് സംഭവിക്കണം? ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും അതേ സമയം കൊണ്ട്, അതായത് നമ്മുടെ ഈ ക്യാനോൺ പോയി എത്തുന്ന ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഇത് രണ്ടും സെയിം ആണെങ്കിൽ എന്ത് പറ്റുള്ളൂ? ഇവർ കൂട്ടിമുട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ യു എക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. ഓക്കെ ആണല്ലോ? ഫൈൻ. പക്ഷേ ഇവിടെ യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് തീറ്റ അല്ലേ? സോ ദിസ് ഇസ് തീറ്റ, ദിസ് ഇസ് തീറ്റ. സോ ഇവിടെ ഇത് യു കോസ് തീറ്റയാണ്, ഇതെന്താ? യു സൈൻ തീറ്റയാണ്. അഥവാ യു സൈൻ തീറ്റ ഇൻറ്റു ടി ഈക്വൽ ടു വി ഇൻറ്റു ടി. അഥവാ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വി ബൈ യു. അഥവാ 200/600 അഥവാ 1/3 ഓർ 0.33. Okay, sin theta is equal to 0.33. Therefore, theta is equal to sin inverse 0.33, which is 19.5 degree. Or theta is equal to 19.5 degree. മനസ്സിലായോടാ? അപ്പോൾ what is the angle? 19.5 degree with vertical. അല്ലെങ്കിൽ ഇവിടെ sin inverse 1/3 എന്ന് മതിയടാ. sin inverse 1/3 with the vertical. കിട്ടിയോ? മനസ്സിലായോടാ? മനസ്സിലായോ? ബോറടിച്ചോ പേടിക്കണ്ട കേട്ടോ. ഇപ്പം തീരും, പേടിക്കണ്ട, തീരാറായിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ സൈക്ലിസ്റ്റ് ഈസ് റൈഡിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 27 km/h. As he approaches a circular turn on the road of radius 80 meter, he applies brakes and reduces his speed at a constant rate of 0.5 meter per second. What is the magnitude of initial acceleration of the cyclist? Okay, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഒരു സൈക്ലിസ്റ്റ് ഉണ്ട്. സൈക്ലിസ്റ്റ് നേരെ ഓടിച്ച് വരികയായിരുന്നു. അങ്ങനെ ഓടിച്ച് വരെയാണ് ഇയാൾ ഒരു സർക്കുലർ ടേൺ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്? ഇയാൾ ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സപ്പോസ് ദിസ് ഗായ് ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതിപ്പോൾ വളഞ്ഞു പോയല്ലോ. ഓക്കെ, ഇയാൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇങ്ങനെ വരികയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ പറ്റുക? ഇയാൾക്കൊരു വെലോസിറ്റി ഉണ്ട്. v is equal to 27 km/h. So what is this? This is 27 into 5/18. ശരിയാണല്ലോ? This is 27 into 5/18 and this is equal to 80 meters. This is equal to 7.5 meter per second. Okay. ഇതെന്താ പറ്റിയത്? ഇയാൾക്കൊരു റേഡിയസ് ഉണ്ട്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. ഓക്കെ, റേഡിയസ് r is equal to 80 meters. അതും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്ന കാര്യം ഇനി ഇയാൾ റെഡ്യൂസ് ചെയ്യാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ അവിടെ തന്നിട്ടുണ്ട്. റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ പിടിക്കുന്ന ആക്സലറേഷൻ, ആ ആക്സലറേഷൻ എന്തായിരിക്കും? ഇതിന് ടാൻജൻഷ്യൽ ആയിരിക്കും. അതായത് 80 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 80 എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി റിട്ടാർഡിംഗ് അല്ലേ? ആ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ. ദിസ് ഇസ് എ റിട്ടാർഡിംഗ് ആക്സലറേഷൻ. സോ ദിസ് ഇസ് മൈനസ് 0.5 meter per second. ഇത് റിട്ടാർഡിംഗ് ആക്സലറേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എടുക്കുക? 80 is equal to 0.5 meter per second എന്നാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ is v square by r. v square എന്ന് പറയുന്നത് 7.5 the whole square by r എന്ന് പറയുന്നത് 80. So this is 0.7 meter per second square. ഓക്കെ ആണല്ലോ? 0.7 meter per second square. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഇനീഷ്യൽ ആക്സലറേഷൻ? അപ്പോൾ ഇവിടെ ഒരു ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെൻട്രിപിറ്റലും ഉണ്ട്. രണ്ടും എന്താണ്? 90 ഡിഗ്രിയാണ്. സോ വാട്ട് ഈസ് ദ എഫക്റ്റീവ് ആക്സലറേഷൻ? AC square plus AT സ്ക്വയറിൻ്റെ റൂട്ടാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? സോ വാട്ട് വിൽ ദിസ് ബി? ദിസ് വിൽ ബി റൂട്ട് ഓഫ് 0.5 സ്ക്വയർ പ്ലസ് 0.7 സ്ക്വയർ. അത് എത്ര വരിക? 0.86 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ദാറ്റ് ഈസ് 0.86 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ ദാറ്റ്. ഓക്കെ, കത്തിയോടാ? മനസ്സിലായോ? ഗ്രേറ്റ്. യാ, കഴിഞ്ഞു. സോ വിത്ത് ദാറ്റ് we came an end to this beautiful chapter of motion in a plane. ഓക്കെ ആണല്ലോ? അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആദ്യം എനിക്ക് മനസ്സിലാവേണ്ടി മോഷൻ പ്ലെയിൻ ഇന്ന് കുറച്ച് ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇഷ്യൂസ് ആയിരുന്നു, നിങ്ങളുടെ പ്രശ്നമൊന്നുമല്ല. ഒന്ന് രണ്ടെന്തോ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പഠിപ്പിച്ചിട്ടുണ്ട്, ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻസും മോഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നൊരു ചാപ്റ്റർ തന്നെയാണ്. ഐ ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ടൈം എടുത്ത് ഭയങ്കര മെല്ലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്.
അപ്പോൾ ഇനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഐ ഹോപ്പ് it's all clear. That's all for the day. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. സോ ദാറ്റ്സ് റിഗാർഡിങ് ഇറ്റ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് ഹിയർ. ഇനി എല്ലാവർക്കും പോയി ഫുഡ് കഴിച്ച് യു ക്യാൻ ഗെറ്റ് റെഡി ഫോർ ദ കോമ്പി സെഷൻ വിച്ച് ഇസ് സപ്പോസ് ടു സ്റ്റാർട്ട് അറ്റ് 9:30 അല്ലേ. അപ്പോൾ എല്ലാവരും കോമ്പി സെഷന് വേണ്ടി റെഡി ആവുക. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ഗുഡ് നൈറ്റ് എവ്രി വൺ. സീ യു സം ഡേ സൂൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത്. സോ സീ യു. ഗുഡ് നൈറ്റ്. ഓക്കെ സർ, വേറെ ക്വസ്റ്റ്യൻസ് ഡൗട്ടൊക്കെ പറഞ്ഞു തരാൻ വല്ല വഴിയുണ്ടോ എന്ന് സംബഡി ഹാവ് ആസ്ക്ഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇഫ് യു ഹാവിങ് ദാറ്റ് മച്ച് ഓഫ് ഡൗട്ട് യു ക്യാൻ ജസ്റ്റ് പോസ്റ്റ് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ആസ്ക് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ ഗ്രൂപ്പ്. നിങ്ങൾക്ക് സ്റ്റാർ ബാച്ച് ഉണ്ടാവും, അതിനകത്ത് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ആൻഡ് വി വിൽ ഡെഫിനറ്റ്ലി ഡൂ ദ തിങ്. ഓക്കെ ആണല്ലോ. സോ യു ക്യാൻ ജസ്റ്റ് പോസ്റ്റ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് ജസ്റ്റ് സേ ദാറ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആകാശാണെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. So that's the thing. Okay, and you can get my contact from them. You can easily get the contact of mine also. So Navda is saying bye. So bye. Nekaring, thank you so much. So that's it. Again, stream end ആണ്. I think whatever you need is already been delivered. കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. Okay, bye then.